ഈ പ്രഭാഷണം അവതരിപ്പിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ ഇതൊരു മോട്ടിവേഷണൽ അല്ലെങ്കിൽ പ്രചോദനാത്മകമായ മോട്ടിവേഷന് വേണ്ടിയിട്ടുള്ള ടോക്കാണ് എന്ന് സൂചിപ്പിച്ചു. അവിടെ എനിക്ക് കുറച്ചൊരു ആശങ്ക വരികയാണ്. എൻ്റെ ഈ പ്രഭാഷണം കേട്ട് കഴിയുമ്പോൾ മോട്ടിവേറ്റഡ് ആവുമോ ഡീമോട്ടിവേറ്റഡ് ആവുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം നമ്മുടെ ടോപ്പിക്ക് ചേഞ്ചിങ് ഡയമെൻഷൻസ് ഓഫ് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ എന്നാണ്. ഞാൻ തന്നെ പറഞ്ഞതാണ്. പറഞ്ഞപ്പോൾ ആലോചിച്ചില്ല, പറഞ്ഞതിന് ശേഷം ആലോചിച്ചപ്പോൾ if I have to tell the truth, it could be depressing. If I want to sort of നിങ്ങൾ എൻകറേജ് ചെയ്യണമെങ്കിൽ I should be telling post-truth. So I have to ആ ഒരു ഡിലമ്മയിലാണ് ഞാൻ ഇരിക്കുന്നത്. ഏതായാലും സത്യം വദ ധർമ്മം ചര എന്നാണല്ലോ നമ്മൾ പഠിച്ചിരിക്കുന്നത്. അതുകൊണ്ട് സത്യം പറയാം. അത് കുറച്ച് അൺപ്ലസന്റ് ആണെങ്കിൽ പോലും സത്യം പറയുന്നതായിരിക്കും നല്ലത് എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഔദ്യോഗികമായി ഞാനൊരു വിദ്യാഭ്യാസ വിചക്ഷണനോ ഒന്നുമല്ല. എങ്കിലും ബൈ സ്ട്രെയിൻ സർക്കംസ്റ്റാൻസസ് പലപ്പോഴായി വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കേണ്ടി വന്നിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് ഞാൻ. ഉദ്യോഗസ്ഥൻ എന്നുള്ളതിനപ്പുറത്തേക്ക് വിദ്യാഭ്യാസത്തെ ഒരു വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയമായി കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഔദ്യോഗികമായ ഉത്തരവാദിത്വങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും നമ്മുടെ രാജ്യത്തിൻ്റെയും ലോകത്തിൻ്റെയും വിദ്യാഭ്യാസ പ്രശ്നങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്കും എനിക്ക് നിങ്ങളോട് എൻ്റെ സങ്കല്പത്തിൽ വാട്ട് ആർ ദ ചേഞ്ചിങ് ഡയമെൻഷൻസ് ഓഫ് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ എന്നുള്ള ആശയങ്ങൾ പങ്കുവയ്ക്കുന്നത് നമുക്ക് എല്ലാവർക്കും നമ്മുടെ ചിന്തയെ ഒന്ന് പ്രചോദിപ്പിക്കാൻ, ആ അർത്ഥത്തിൽ ഇതിനൊരു പ്രചോദനം ഉണ്ടെങ്കിൽ ഐ വിൽ ബി ഗ്രേറ്റ്ഫുൾ. അങ്ങനെ ചിന്തയെ പ്രചോദിപ്പിക്കാനുള്ള ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതിനകത്ത് ചോദ്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് എടുക്കാം. ഐ വിൽ നോട്ട് ടോക്ക് അറ്റ് ലെങ്ത്. ഒരു 20-30 മിനിറ്റ് സംസാരിച്ചിട്ട് പിന്നെ നമുക്കൊരു 15 മിനിറ്റ് ചോദ്യങ്ങൾ ആവാം. ബേസിക്കലി യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ ഈസ് ആൻ എക്സ്റ്റൻഷൻ ഓഫ് സ്കൂൾ എഡ്യൂക്കേഷൻ. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അതുകൊണ്ട് ക്വാളിറ്റേറ്റീവ് ചേഞ്ച് ഇൻ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ സ്കൂൾ വിദ്യാഭ്യാസ മേഖലയിൽ സമഗ്രമായിട്ടുള്ള മാറ്റങ്ങൾ വരാതെ നമുക്ക് നമ്മുടെ ശരീരത്തിൻ്റെ ഒരവയവം മാത്രം കൊഴിപ്പിക്കാൻ സാധ്യമല്ല. യു കനോട്ട് നർച്ചർ ഓൺലി വൺ പാർട്ട് ഓഫ് യുവർ ബോഡി. ദ ഹോൾ ബോഡി ഹാസ് ടു ബി നർച്ചർ അല്ലേ? അല്ലാതെ ശരീരത്തിൻ്റെ ഒരവയവത്തിന് ഇപ്പോൾ മസിലൊക്കെ എന്താണ് മസിൽ ഡെവലപ്പ് ചെയ്യുന്നവരൊക്കെ ഈ ബോഡി ബിൽഡേഴ്സ് ഒക്കെ ചെയ്യും. പക്ഷേ ദെയർ ഹോൾ ബോഡി ബിക്കംസ് ഹെൽത്തി, ദെൻ ഓൺലി ദെയർ മസിൽസ് ബിക്കം എന്താണ് സിക്സ് പാക്ക് എല്ലാം വരണമെങ്കിൽ ഇറ്റ്സ് എ ഹോൾ ബോഡി ദാറ്റ് ഷുഡ് ബിക്കം ഹെൽത്തി. വിദ്യാഭ്യാസത്തിനെ സംബന്ധിച്ചിടത്തോളം യു കനോട്ട് ഡിസ്റ്റിങ്വിഷ് ഹയർ എഡ്യൂക്കേഷൻ എലോൺ ആൻഡ് സേ ദാറ്റ് വി ആർ ഗോയിങ് ടു മേക്ക് higher education a wonderful sector and ignoring school sector. What I am trying to say is school education നന്നായെങ്കിൽ മാത്രമേ, നന്നാവുക എന്നുള്ളതിന് പല അർത്ഥങ്ങളുണ്ട്, പക്ഷേ സ്കൂൾ എഡ്യൂക്കേഷനിൽ മാറ്റങ്ങൾ ഉണ്ടായെങ്കിൽ മാത്രമേ കറസ്പോണ്ടിംഗ്ലി യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷനിൽ ഗുണപരമായിട്ടുള്ള മാറ്റം ഉണ്ടാകും. ഐ ഹോപ്പ് ദാറ്റ് വിൽ ചേഞ്ച്. അത് പതുക്കെ മാറി വരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. യൂണിവേഴ്സിറ്റിയിലേക്ക് വരുമ്പോൾ സ്കൂൾ സെക്ടറിൽ, സ്കൂൾ മേഖലയിൽ ഉള്ള വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യമല്ല നമുക്ക് തീർച്ചയായിട്ടും യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ്റെ ലക്ഷ്യം. അത് ഇല്ല സ്കൂൾ സെക്ടർ നമുക്കറിയാം, ബേസിക് ആയിട്ടുള്ള എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കുട്ടികളെ മനസ്സിലാക്കുന്നു, അവർക്ക് ചില ലൈഫ് സ്കിൽസ് കൊടുക്കുന്നു, എന്നാൽ അവർക്ക് കറക്റ്റ് ആറ്റിറ്റ്യൂഡ്സ് കൊടുക്കുന്നു. പക്ഷേ കോളേജിലേക്ക് വരുമ്പോൾ, യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷനിലേക്ക് വരുമ്പോൾ വി ആർ ലുക്കിംഗ് അറ്റ് എ ഹയർ ലെവൽ ഓഫ് ഇന്റലക്ച്വൽ എൻഗേജ്മെന്റ്. ഒരു ഹയർ ലെവൽ ഓഫ് ഇന്റലക്ച്വൽ എൻഗേജ്മെന്റ് ആണ് നമുക്ക് യൂണിവേഴ്സിറ്റികളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അവിടെ 3 പ്രോസസ്സ് ഉണ്ട്. ഇവിടെ ഇതിനകത്ത് എഡ്യൂക്കേഷനിലുള്ള ആളുകളൊക്കെ തന്നെ, എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്യുന്നവരൊക്കെ ഇത് കേൾക്കും ഞാൻ വിചാരിക്കുകയാണ്. അവർക്ക് അവരുടേതായിട്ടുള്ള മെത്തഡോളജിയും അവരുടേതായിട്ടുള്ള പാരഡൈംസ് ഒക്കെ ഉണ്ടെങ്കിലും ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ ഷുഡ് അറ്റംപ്റ്റ് 3 things. ഒന്ന്, ഓഫ് കോഴ്സ്, നോളജ് ക്രിയേഷൻ. പുതിയതായിട്ടുള്ള അറിവ് ഉണ്ടാവണമെങ്കിൽ യു കനോട്ട് ക്രിയേറ്റ് സംതിങ് ഒറിജിനൽ. New ideas come from synthesizing various other ideas. അങ്ങനെയാണ്. അപ്പോൾ നോളജ് സിന്തസിസ് leading to knowledge creation. And of course ഈ നോളജ് സിന്തസൈസ് ചെയ്യുകയും പുതിയ നോളജ് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്താൽ മാത്രം പോരാ, ഇറ്റ് ഹാസ് ടു ബി ഡിസെമിനേറ്റഡ് ഓൾസോ. ഇറ്റ് ഹാസ് ടു ബി ഡിസെമിനേറ്റഡ് വിത്ത് ആൻ ഇന്റലക്ച്വൽ പർപ്പസ് ആസ് വെൽ ആസ് എ പ്രാക്ടിക്കൽ പർപ്പസ്. അങ്ങനെ 3 ഫങ്ഷൻസ് നമുക്ക് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷന് കൊടുത്തേ പറ്റുള്ളൂ. ദാറ്റ് ഈസ് എസെൻഷ്യൽ. ഈ 3 കാര്യങ്ങൾ നടക്കുമ്പോൾ മാത്രമേ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ, ഹയർ എഡ്യൂക്കേഷൻ അതിൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്തം അല്ലെങ്കിൽ അതിൻ്റെ ധർമ്മം നിറവേറ്റുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. നമ്മളിപ്പോൾ നമ്മുടെ ക്യാമ്പസുകളിലേക്ക്, നമ്മുടെ കോളേജുകളിലേക്ക്, യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളെ വിട്ടേക്ക് അത് കുറച്ചും കൂടി ഹയർ ലെവലാണെന്നാണ് നമ്മുടെ സങ്കല്പം.
ചില കോളേജുകളിലേക്കൊക്കെ തന്നെ നമ്മുടെ ക്യാമറ തിരിച്ചാൽ റിയലി അവിടെ നോളജ് പ്രോസസ്സിംഗ് നടക്കുന്നുണ്ടോ? നോളജ് ക്രിയേഷൻ നടക്കുന്നുണ്ടോ? നോളജ് ഡിസെമിനേഷൻ നടക്കുന്നുണ്ടോ? ഐ എം അഫ്രൈഡ് നോട്ട്. പരീക്ഷ എഴുതാനൊക്കെ പഠിപ്പിക്കുന്നുണ്ടാവും, പിള്ളേരെ പരീക്ഷ എഴുതുന്നുണ്ടാവും. അത് എന്തിന്റെ മേലാണ് ഈ പരീക്ഷ? ഈസ് ഇറ്റ് എ സിന്തസൈസ്ഡ് നോളജ് ഓർ ഈസ് ഇറ്റ് അത് അത്യാവശ്യം വേണ്ട മിനിമം ഗ്യാരണ്ടി? ഈ മിനിമം വേജ് കൊടുക്കുന്നത് പോലെ വേജ് എത്രയും കൊടുക്കാം, പക്ഷെ മിനിമം വേജ് കൊടുക്കണമെന്ന് നിയമം ഉള്ളത് കൊണ്ട് മിനിമം ഇൻപുട്സിലാണ് നമ്മുടെ കുട്ടികൾ പരീക്ഷ ജയിക്കുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എൻ്റെ വിചാരം തെറ്റായിക്കോട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ മിനിമം ഗ്യാരണ്ടിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ദർ ഈസ് very little knowledge that is synthesized, very little knowledge that is created, very little knowledge that is disseminated എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഞാൻ കേരളത്തെ പറ്റി മാത്രമല്ല, ഇന്ത്യൻ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷനെ പറ്റി കൂടിയാണ് ഞാൻ ഈ പറയുന്നതല്ല. അല്ലാതെ MG യൂണിവേഴ്സിറ്റിയെ പറ്റിയോ കേരള യൂണിവേഴ്സിറ്റിയെ പറ്റിയോ അല്ല ഞാൻ ഈ പറയുന്നത്. ദി യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ സെക്ടർ ആസ് എ ഹോൾ ഈ ഒരു തരത്തിലാണ്. പക്ഷേ ഐ എം നോട്ട് ബ്ലെയിമിങ് എനിവൺ. നമുക്ക് ആരെയും ബ്ലെയിം ചെയ്യാൻ സാധ്യമല്ല. ബിക്കോസ് nobody is creating a bad system. We are inheriting weak systems. We are being victimized by weak systems and we perpetuate weak systems. ഈ വീക്ക് സിസ്റ്റം എങ്ങനെ നിലവിൽ വന്നു? ഈ നോളജ് ക്രിയേഷനിലേക്കും നോളജ് പ്രോസസ്സിങ്ങിലേക്കും നോളജ് ഡിസെമിനേഷനിലേക്കും പോകാൻ നമ്മളെ അനുവദിക്കാത്ത, അതിന് നമ്മളെ സജ്ജരാക്കാത്ത തരത്തിൽ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷന് എവിടെയാണ് ന്യൂനത സംഭവിച്ചത്? അങ്ങനെ ആലോചിക്കുമ്പോൾ എഡ്യൂക്കേഷൻ ഡസൻറ്റ് ആക്ച്വലി ടേക്ക് പ്ലേസ് ഇൻ എ വാക്യൂം ആസ് വി നോ. അത് സൊസൈറ്റിയുടെ ഹൃദയത്തിലാണത്. ഇറ്റ്സ് ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് സോഷ്യൽ ഇന്ററാക്ഷൻ ആൻഡ് സൊസൈറ്റിയുടെ ഹൃദയത്തിലാണ് ഇതിൻ്റെ ആക്ടിവിറ്റി നടക്കുന്നത്. സോ ദി സൊസൈറ്റി ഇൻ വിച്ച് എഡ്യൂക്കേഷൻ ടേക്സ് പ്ലേസ് ഹാസ് എ ഡെഫിനറ്റ് ഇൻഫ്ലുവൻസ് ഇൻ ദ ക്വാളിറ്റി ആൻഡ് നേച്ചർ ആൻഡ് പ്രോസസ് ഓഫ് എഡ്യൂക്കേഷൻ. അങ്ങനെ വരുമ്പോൾ ലെറ്റ് us talk about the 21st century, the technology driven 21st century. There are three things എപ്പോഴും ഉണ്ട് കേട്ടോ. ഞാൻ ഈ പറയുന്ന 21st സെഞ്ചുറിയിൽ മാത്രമല്ല, ഇതിനകത്ത് റിലേറ്റീവ് ഇമ്പോർട്ടൻസ് കുറഞ്ഞു കൂടി ഉണ്ടാവുന്നുള്ളൂ. ടെക്നോളജി, ഇക്കണോമിക്സ് ആൻഡ് പവർ. ഈ ഒരു മൂന്ന് സൈഡുള്ള ഒരു ത്രികോണത്തിനുള്ളിലാണ് നമ്മൾ ഉന്നത വിദ്യാഭ്യാസത്തെ പ്രതിഷ്ഠിക്കേണ്ടത് എന്ന് എനിക്ക് തോന്നുന്നത്. ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ അവർ എഡ്യൂക്കേഷൻ സെക്ടർ, ലെറ്റ് us place it in the context of this triangle, a triangle whose sides are technology, power and economics or economic growth or whatever. ഇത് എല്ലാ കാലത്തും ഇങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ the relative importance of politics over technology, technology over economics, this keeps on changing. Today, കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഒരുപക്ഷെ പവർ ആയിരുന്നിരിക്കാം, അല്ലെങ്കിൽ എക്കണോമിക് ഗ്രോത്ത് ആയിരിക്കാം പ്രധാനം. എന്നാൽ ഇന്ന് ഇറ്റ്സ് എ ടെക്നോളജി മീഡിയേറ്റഡ്, ഇറ്റ്സ് എ ടെക്നോളജി ഡ്രിവൻ, ടെക്നോളജിക്കലി ഇൻഫ്ലുവൻസ്ഡ് education that is taking place. But the technology നമ്മളെ മാത്രമല്ല ഇമ്പാക്ട് ചെയ്യുന്നത്. The technology is deciding how your economic growth is going to be. What is the kind of economic paradigm that you are going to follow? That is also determined by technology. In fact, ആ economicsഉം ആ ടെക്നോളജിയും കൂടെ ചേർന്ന് it is even controlling powers, political power, social power and global power. അപ്പോൾ ഇതെല്ലാം mutually reiterative ആണ്. National governments are being manipulated by the power of technology and the power of global economics, global commerce. Global commerce ന്റെ പവർ എന്ന് പറയുന്നത് നമുക്ക് അറിഞ്ഞുകൂടാത്ത തരത്തിൽ നമ്മുടെ പോലും ജീവിതങ്ങളെ സ്വാധീനിച്ചുകൊണ്ട് the global economic architecture is deciding our destinies. Technology is deciding our destinies. Huge amounts of money is being pumped into research. And അത് കാരണം നമ്മളുടെ മനോഭാവങ്ങൾ, നമ്മുടെ ശീലങ്ങൾ, നമ്മുടെ സാമൂഹ്യ ശീലങ്ങൾ, നമ്മുടെ ഫാമിലിക്കകത്തുള്ള ശീലങ്ങൾ, ഈവൻ നമ്മുടെ ഇന്റലക്ച്വൽ ഹാബിറ്റ്സ്, എവ്രിതിങ് ടെക്നോളജി ഡിസൈഡ്സ് വാട്ട് യു ഷുഡ് സീ, വാട്ട് യു ഷുഡ് റീഡ് ആൻഡ് വാട്ട് യു ഷുഡ് തിങ്ക് ആൻഡ് ഹൗ യു ഷുഡ് ആക്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇതിനു മുമ്പ് അൺപ്രസിഡന്റഡ് ആയിട്ടുള്ള മാറ്റങ്ങളുടെ ഒരു കുത്തൊഴുക്കിന്റെ കോണ്ടെക്സ്റ്റിലാണ് 21ാം നൂറ്റാണ്ടിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ നമ്മൾ കാണേണ്ടത്. Technology has never been so powerful as it is today. It is deciding the pace of economic growth. It is deciding how national governments decide their policies. രാജ്യങ്ങളുടെ പോളിസികളെ മുഴുവൻ ഇന്ന് ആഗോള ഭീമന്മാർ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നു.
അത് നമ്മുടെ എക്കണോമിക് പോളിസി ആയാലും കൊള്ളാം, എൻവയോൺമെന്റ് പോളിസി ആയാലും കൊള്ളാം, സോഷ്യൽ പോളിസി ആയാലും കൊള്ളാം, അഗ്രികൾച്ചർ പോളിസി ആയാലും കൊള്ളാം, ലേബർ പോളിസി ആയാലും കൊള്ളാം, ഇൻഡസ്ട്രിയൽ പോളിസി ആയാലും കൊള്ളാം, എല്ലാ തരത്തിലുള്ള ദേശീയ നയങ്ങളെയും they are being manipulated in such a way that they will play second fiddle to the global economic architecture. ഈ ഒരു ലോകത്തിന് വേണ്ടിയിട്ടുള്ള, ഈ ഒരു ലോകത്തിന് സർവീസ് ചെയ്യാനുള്ള എഡ്യൂക്കേറ്റഡ് യൂത്തിനെയാണ് ഇന്നത്തെ ആധുനിക വിദ്യാഭ്യാസം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്, അഥവാ അങ്ങനെയാണ് സൃഷ്ടിക്കേണ്ടത് എന്ന പാരഡൈമാണ് ഇന്ന് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷനെ നയിക്കുന്നത് എന്ന് പറയാനാണ് ഞാൻ ഇത്രയും പറഞ്ഞു വന്നത്. യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷന് മാത്രമല്ല, എല്ലാ എഡ്യൂക്കേഷൻ്റെയും ലക്ഷ്യവും ഗതിയും അതിൻ്റെ പർപ്പസ് ആൻഡ് ഇറ്റ്സ് ഡയറക്ഷൻ ആരാണ് തീരുമാനിക്കുന്നത്? Do our universities decide these things, or are these things decided by somewhere else, by someone else, by powers that be? We don't know. അതാണ് ഈ യൂണിവേഴ്സിറ്റികളുടെ തീരുമാനങ്ങൾ ആരൊക്കെയാണ് എടുക്കുന്നത്, അവരെ എന്തൊക്കെയാണ് നയിക്കുന്നത്, ഇതെല്ലാം തന്നെ നമ്മൾ ഈ ചോദ്യങ്ങളാണെങ്കിലും അതിന്റെ ഉത്തരം നമ്മുടെ ഉണ്ട്. എന്താണ് ഉത്തരം? അതിന്റെ ഉത്തരം എന്താന്ന് പറഞ്ഞാൽ, വി ഡു നോട്ട് റിയലി ഡിസൈഡ്. ഡിസിഷൻസ് ആർ മെയ്ഡ് ഓൺ അവർ ബിഹാഫ് ബൈ ദിസ് സൂപ്പർ നാച്ചുറൽ പവേഴ്സ് എന്ന് തന്നെ പറയാവുന്ന തരത്തിലുള്ള technological powers, political powers and economic powers which are deciding our destiny. They are deciding the destiny of humanity. അതുകൊണ്ടാണല്ലോ ഈ ഗ്ലാസ്ഗോയിൽ എല്ലാവരും കൂടെ കൂടിയിട്ട് ഒരു തീരുമാനം ആകാതെ പോകുന്നത്. എന്താണ്? ബിക്കോസ് എൻവയോൺമെന്റൽ ഡിസ്കോഴ്സിനൊന്നും ഇപ്പോൾ ഇവിടെ സ്ഥാനമില്ല. ഇഫ് യു ആർ ടോക്കിംഗ് അബൌട്ട് എൻവയോൺമെന്റ്, യു ഹാവ് ടു ബ്രിങ് ഡൗൺ ദി ലെവൽ ഓഫ് യുവർ ലൈഫ്. നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് എന്നുള്ളതിനല്ല, നമ്മുടെ ഡിമാൻഡ്സ്, നമ്മുടെ ഒരു കൺസംഷൻ പാറ്റേൺ ഒക്കെ കുറയ്ക്കേണ്ടി വരും. എങ്കിൽ മാത്രമേ കാർബൺ എമിഷൻ നമുക്ക് കുറയ്ക്കാൻ പറ്റൂ, എങ്കിൽ മാത്രമേ മീഥേൻ പ്രൊഡക്ഷൻ കുറയ്ക്കാൻ പറ്റുള്ളൂ, എങ്കിൽ മാത്രമേ നമ്മുടെ ഭൗമാന്തരീക്ഷത്തെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുള്ളൂ, എങ്കിൽ മാത്രമേ ആവശ്യമില്ലാത്ത മിനറൽ എക്സ്ട്രാക്ഷൻ നമുക്ക് ഒഴിവാക്കാൻ പറ്റൂ, എങ്കിൽ മാത്രമേ നമ്മുടെ നദികളും അന്തരീക്ഷവും നമുക്ക് നിലനിർത്താൻ സാധിക്കൂ. പക്ഷെ ഇതൊന്നും തന്നെ ഒരു ഒരു ഡിനോസറസിനെ പോലെ പിന്നെ ഗ്ലോബൽ ക്യാപിറ്റലിസം നമ്മളെ കൊണ്ട് ഉപഭോക്താക്കളാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്ത് ഗ്ലാസ്ഗോ മീറ്റ് ഈസ് ബൗണ്ട് ടു ഫെയിൽ. ആർക്കും ഒന്നും മനസ്സിലാവില്ല, അവർ മനസ്സിലാവുന്നില്ല എന്ന് നടിക്കുകയാണ്. ഗ്ലാസ്ഗോ മീറ്റ് തികഞ്ഞ പരാജയമാണെന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. But I read newspapers like Times of India and Economic Times which hailed that it was a wonderful breakthrough. I don't know where it broke and where it went through. I don't know. ഒന്നും സംഭവിച്ചില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒന്നും സംഭവിക്കുകയുമില്ല. Because the people in the modern world, developing world, are not prepared to compromise on their lifestyles. They will not be allowed to compromise on their lifestyles because global economic architecture wants you to consume more and more and waste more and more and destroy this environment more and more because profit ആണ്. നമ്മൾ ഈ തരത്തിലുള്ള ടെക്നോളജിക്കൽ ചേഞ്ചസ് ഇൻ എക്കണോമിക് പാരഡൈമിന്റെ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ആണ് നമ്മൾ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷനെ പ്ലേസ് ചെയ്യേണ്ടത്. അങ്ങനെ വരുമ്പോൾ what is the kind of education that will be perceived as the best education? റിനൈസാൻസിന്റെ കാലത്ത് യൂറോപ്പിലെ ഏറ്റവും നല്ല എഡ്യൂക്കേഷൻ എന്താണ്? ഇന്റലക്ച്വൽ പെർസ്യൂട്ട്സ് നടത്തുന്ന എഡ്യൂക്കേഷൻ ആണ് ബെസ്റ്റ് എഡ്യൂക്കേഷൻ ആണല്ലോ. ഓൾ ദീസ് യൂണിവേഴ്സിറ്റീസ് ലൈക്ക് ഓക്സ്ഫോർഡ് ഓർ ഈവൻ മറ്റ് യൂണിവേഴ്സിറ്റികളൊക്കെ, ഇംഗ്ലണ്ടിലെ യൂണിവേഴ്സിറ്റീസ്, യൂറോപ്പിലെ മറ്റ് യൂണിവേഴ്സിറ്റീസ് ഒക്കെ തന്നെ നൂറ്റാണ്ടുകളുടെ പഴക്കം അവകാശപ്പെടുന്ന യൂണിവേഴ്സിറ്റീസ് ഒക്കെ മഹത്തായ യൂണിവേഴ്സിറ്റീസ് ആയി തീർന്നത് എന്തുകൊണ്ടാണ്? നമ്മളെപ്പോലുള്ള ആളുകളൊക്കെ, ഞാനൊക്കെ പണ്ടൊക്കെ ആഗ്രഹിച്ചു ഓക്സ്ഫോർഡിൽ പോയെന്ന് പഠിച്ചില്ല. ഐ വെന്റ് ടു ബാത്ത് യൂണിവേഴ്സിറ്റി ഫോർ വൺ ഇയർ. എന്തുകൊണ്ടാണ് ഈ ഓക്സ്ഫോർഡിനും കേംബ്രിഡ്ജിനും ഒക്കെ ഈ ഒരു അട്രാക്ഷൻ കിടക്കുന്നത്? ബിക്കോസ് ദേ ഹാവ് സർവൈവ്ഡ് എ ഫ്യൂ സെഞ്ചുറീസ്. ഈ ലോകത്ത് നടന്ന മാറ്റങ്ങൾക്ക് മുഴുവൻ കാരണമായി തീർന്നത് എന്താണ്? ദ ഇന്റലക്ച്വൽ ലൈറ്റ് ദാറ്റ് എമനേറ്റഡ് ഫ്രം ദീസ് യൂണിവേഴ്സിറ്റീസ്, ദീസ് സെന്റേഴ്സ് ഓഫ് ഹയർ ലേണിംഗ്. They determined the history of the world. They contributed wonderful people. They were instrumental in the intellectual revolution of this world. Ideological revolution of this world ഒക്കെ അവരെ സാക്ഷിയായി അല്ലെങ്കിൽ ഒരു കാരണമായി. അത്തരത്തിലുള്ള ഇന്റലക്ച്വൽ ബ്രേക്ക് ത്രൂ, അത്തരത്തിലുള്ള പുതിയ പുതിയ ആശയങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്രങ്ങളായി നമ്മുടെ സർവകലാശാലകൾ മാറും എന്ന് വിചാരിക്കാനുള്ള ഒരു സാഹചര്യം നിർഭാഗ്യവശാൽ ഇന്ന് നിലവിലില്ല. കാരണം there is a paradigm, the dominant paradigm of society today is what? What is the dominant paradigm? Influenced by our consumerist attitudes,
അവർ എക്കണോമിക് പാരഡൈം, അവർ പൊളിറ്റിക്സ്, അവർ എക്കണോമിക്സ് എല്ലാം ചേർന്നിട്ട് ഒരു പാരഡൈം ഉണ്ട്. നമ്മളുടെ ജീവിതങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു പാരഡൈം ഉണ്ട്. ആ പാരഡൈമിനകത്ത് എന്താണ് പറയുന്നത്? ബി സക്സസ്ഫുൾ, ബി യൂസ്ഫുൾ. അങ്ങനെ സക്സസ്ഫുള്ളും യൂസ്ഫുള്ളും ആവാനുള്ള തരത്തിലുള്ള എഡ്യൂക്കേഷൻ നമ്മളെ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കും. നമ്മൾ പുതിയ എഡ്യൂക്കേഷൻ പോളിസി വായിച്ചാലേ, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020, വാട്ട് ഡസ് ഇറ്റ് സേ? എൻ്റെ കയ്യിൽ ഇപ്പോൾ കോപ്പി ഇല്ല, പക്ഷേ എൻ്റെ കയ്യിലുണ്ട്. വാട്ട് ഡസ് ഇറ്റ് സേ? വി വോണ്ട് ടു ക്രിയേറ്റ് പീപ്പിൾ, സ്റ്റുഡൻസ് or young people who will be useful for the 21st century, to meet the challenges of the 21st century. എന്ത് ചാലഞ്ചസ് ആണ്? പല പല ജോലികൾ ചെയ്യാനുള്ള തരത്തിൽ അവരെ സജ്ജമാക്കാനുള്ള ചാലഞ്ചസ് ഞങ്ങൾ ഏറ്റെടുക്കും. അതല്ലാതെ ഞാൻ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 3-4 തവണ വായിച്ചു. 3-4 അല്ലാതെ കൂടുതൽ. ഓരോ സെമിനാറിൽ പങ്കെടുക്കുമ്പോഴും ഞാൻ വായിച്ചിട്ടുണ്ട്. ഒരിടത്തും ഇന്ത്യ വിൽ ബി ദി ഇന്റലക്ച്വൽ ബീക്കൺ എന്ന് പറയുന്നില്ല. ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് വിൽ ബിക്കം ദ ഇന്റലക്ച്വൽ ബീക്കൺ ഓഫ് ദ വേൾഡ് എന്ന് പറയുന്നില്ല. പറയുന്നുണ്ടെങ്കിൽ തന്നെ അത് ഇന്നലകളെ ഗ്ലോറിഫൈ ചെയ്യുന്ന പറച്ചിലാണ് പറയുന്നത്. അതല്ല നമുക്ക് വേണ്ടത്. യു ക്യാൻ ഗോ ബാക്ക് ടു യെസ്റ്റർഡേ ടു ഡിസ്കവർ, ടു മേക്ക് സെൻസ് ഓഫ് വാട്ട് ഈസ് ടുഡേ. അല്ലാതെ ഇന്നലകളെ ഗ്ലോറിഫൈ ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ഏകാന്ത തീർത്ഥയാത്ര കൊണ്ട് പ്രയോജനമില്ല. ഇഫ് യു ക്യാൻ ഗെറ്റ് സംതിങ് ഫോർ ടുഡേ, യെസ്, യു ഗോ ടു ദ പാസ്റ്റ്. അതല്ലാതെ ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസിനെ ഇന്നത്തെ ലോകത്തിന്റെ ഇന്റലക്ച്വൽ ഹബ്ബാക്കി മാറ്റുമെന്നും ആ പോളിസിയിൽ പറയുന്നില്ല. പിന്നെ എന്താണ് പറയുന്നത്? പല ഘട്ടങ്ങളിലായിട്ട് ജോലി ചെയ്യാൻ പ്രാപ്തിയുള്ള ആളുകളെ ഞങ്ങൾ ഉണ്ടാക്കും. അതാണ് ഡോമിനന്റ് പാരഡൈം ഓഫ് ടുഡേ. നമ്മുടെ സമൂഹത്തിന്റെ ഡോമിനന്റ് പാരഡൈം അത് തന്നെയാണ്. നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ, യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസത്തിന്റെ ചരിത്രത്തിലേക്ക് പോയാൽ ഓൾവേസ് അത് മാറി മാറി വരും. ഇറ്റ് ഓൾവേസ് ഹാഡ് 2 dimensions. ഒന്ന് ഈ സ്റ്റാറ്റസ് കോയും പവർ സ്ട്രക്ചറും, സമൂഹത്തിന്റെ പവർ സ്ട്രക്ചറിനെ അങ്ങനെ തന്നെ നിലനിർത്താൻ സാധിക്കുന്ന കുറച്ച് ആളുകളെ സൃഷ്ടിച്ചെടുക്കുക. എ സ്റ്റാറ്റസ് കോയിസ്റ്റ് എഡ്യൂക്കേഷൻ, പവർ സ്ട്രക്ചർ ഓഫ് ദ സൊസൈറ്റിയെ അങ്ങനെ തന്നെ മാനിക്കുകയും അങ്ങനെ തന്നെ നിലനിർത്താനും സാധിക്കുന്ന ഒരു ബുദ്ധിജീവി വർഗത്തെ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഒന്ന്. കൺഫോമിസ്റ്റ്. വി വോണ്ട് ടു ക്രിയേറ്റ് ലാർജ് നമ്പർ ഓഫ് കൺഫോമിസ്റ്റ് who are comfortable or who are beneficiaries in the present socio-economic setup. ഇന്ന് നിലവിലിരിക്കുന്ന സോഷ്യോ എക്കണോമിക് റിലേഷൻഷിപ്സിന്റെ ബെനഫിഷ്യറീസ് ആയിട്ടുള്ള സ്റ്റേറ്റസ് കോയിസ്റ്റുകളെ ഉണ്ടാക്കുക എന്നുള്ള ഒരു കൺഫോമിസ്റ്റ് എഡ്യൂക്കേഷൻ ഒരു ഭാഗത്തും. എഡ്യൂക്കേഷൻ ഓൾസോ ഹാസ് എ സെക്കൻഡ് റോൾ, ഓർ റാദർ എ മോർ ഇമ്പോർട്ടൻറ്റ് റോൾ, ദ ലിബറേറ്റിംഗ്. ഒരു ലിബറേഷണൽ റോൾ ഉണ്ട്, ലിബറേറ്റിംഗ് റോൾ ഉണ്ട്. ആ ലിബറേറ്റിംഗ് റോളിൽ യു ആസ്ക് ക്വസ്റ്റ്യൻസ്. You ask questions to power. You challenge power equations. You react against exploitation. You react with your intellectual wherewithal against exploitation and all kinds of injustice. അങ്ങനെയുള്ള വിദ്യാഭ്യാസമാണോ ഇന്നത്തെ സമൂഹം ആഗ്രഹിക്കുന്നത്? ഇന്നത്തെ പവർ സ്ട്രക്ചർ ആഗ്രഹിക്കുന്നത്? അതോ ആർ ദേ ഹാപ്പി വിത്ത് എ വെരി കൺഫോമിസ്റ്റ് സ്റ്റാറ്റസ് കോ, ഇൻക്രിമെന്റൽ ഇൻക്രീസ് ഇൻ ഹ്യൂമൻ ലൈഫ്? നമ്മുടെ ജീവിതം മോശമാക്കാനല്ല വിദ്യാഭ്യാസം, ഇൻക്രിമെന്റൽ ഗ്രോത്ത്. എൻ്റെ അച്ഛന് ഒരു മാസം 2,500 രൂപയായിരുന്നു ശമ്പളം, എനിക്കിപ്പോൾ 25,000 രൂപ ശമ്പളം ഉണ്ട്. ഐ എം വെരി ഹാപ്പി അബൌട്ട് ഇറ്റ്. എൻ്റെ അച്ഛന് 1 ലക്ഷം രൂപ ശമ്പളം ഉണ്ടായിരുന്നു, ഐ ഗെറ്റ് 5 lakhs rupees. ഇൻക്രിമെന്റൽ ഗ്രോത്ത് ഇൻ ലൈഫ് സ്റ്റൈല്, അതാണ് മിഡിൽ ക്ലാസ് ആസ്പിറേഷൻ എന്ന് പറയുന്നത്. ഈ മിഡിൽ ക്ലാസ് ആസ്പിറേഷനെ എന്താണ് സ്ട്രീംലൈൻ അല്ലെങ്കിൽ അതിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളതായി മാറിയിരിക്കുന്നു യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസത്തിന്റെ ഏക ലക്ഷ്യം. ആ ലക്ഷ്യം വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല, ബിക്കോസ് പീപ്പിൾസ് ലൈഫ് ഷുഡ് ഇംപ്രൂവ്. അതെല്ലാവർക്കും ഒരു ലിബറേഷനിലേക്ക് പോകാൻ പറ്റില്ലായിരിക്കും. ഇൻക്രിമെന്റൽ അഡ്വാൻസ്മെന്റ് വേണം, അത് മോശമാണെന്നല്ല. പക്ഷെ വെൻ ദാറ്റ് ബിക്കംസ് ദി സമം ബോണം ഓഫ് എഡ്യൂക്കേഷൻ, ദ റൈസ് ആൻഡ് ദാറ്റ് ഓഫ് എഡ്യൂക്കേഷൻ, ദെൻ ഐ തിങ്ക് വി ഹാവ് എ പ്രോബ്ലം. ഇത് മാത്രമാണോ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷന്റെ ലക്ഷ്യം? ദാറ്റ് ഈസ് ദ ക്വസ്റ്റ്യൻ. I am afraid the present scenario or the present philosophy of higher education in India reeks of this kind of perpetuation of a status quo. We want people who will defend the status quo. We want people, young people, educated young people who will be the defenders of the fault lines of our society, rather than being aggressive change agents of the fault lines of the society. നമ്മുടെ സമൂഹത്തിലെ പ്രശ്നങ്ങളെയും അബദ്ധങ്ങളെയും പിന്നെ അസമത്വങ്ങളെയും ഇനീക്വാളിറ്റീസിനെയും ഡിസ്റ്റോർഷൻസിനെയും ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള വിദ്യാഭ്യാസത്തെ ആണോ നമ്മുടെ ഇന്നത്തെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ തത്വശാസ്ത്രം പ്രോത്സാഹിപ്പിക്കുന്നത് എന്നുള്ളതാണ് എന്നെ അലോസരപ്പെടുത്തുന്ന ചോദ്യം. ടുഡേ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ
emphasizes on the practical aspects of life rather than its intellectual aspects. പ്രായോഗിക ജീവിതത്തിന് കുഴലൂതുന്ന കുറച്ച് കുട്ടികളെ ഉണ്ടാക്കുന്ന ഒരു 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 ഒഴുക്കൻ മട്ടിലുള്ള വിദ്യാഭ്യാസം മതി. വി ക്യാൻ എക്സ്പോർട്ട് ഇന്റലക്ച്വൽ കൂലീസ് ആൻഡ് വളരെ പെട്ടെന്ന് ജോലിയൊക്കെ കിട്ടുന്ന തരത്തിലുള്ള ആളുകളെ ഉണ്ടാക്കിയാൽ വി ആർ ഹാപ്പി. ഇൻക്രിമെന്റൽ ഇൻക്രീസ് ഇൻ ഇൻകം ഉണ്ടാവുകയും ചെയ്യും കേട്ടോ, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഇന്നലത്തേനേക്കാളും നമ്മുടെ ജീവിതം നന്നാവും. അപ്പോൾ നമ്മുടെ മക്കളൊക്കെ പഠിച്ചു, തരക്കേടില്ല, നല്ല വീടൊക്കെ വെച്ചു, നല്ല കല്യാണമൊക്കെ കഴിച്ചു, കൊള്ളാം. അത് മതിയോ? കുറച്ചുപേർ അങ്ങനെ ജീവിക്കട്ടെ. എല്ലാവരും നമ്മൾ പറയുന്ന പോലെ ജീവിക്കാൻ പറ്റില്ല, അവർ ജീവിക്കണം. പക്ഷേ ദി കമ്മിറ്റ്മെന്റ് ടു ഇന്റലക്ച്വൽ ട്രൂത്ത് സീക്കിംഗ്, നോളജ് ക്രിയേഷൻ, നോളജ് സിന്തസിസ്, ആസ്കിങ് അൺകംഫർട്ടബിൾ ക്വസ്റ്റ്യൻസ്, അത്തരത്തിലുള്ള ലിബറേഷണൽ റോൾ ഇന്ന് നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തില്ല എന്ന് ഞാൻ പറഞ്ഞാൽ, നിങ്ങൾ യൂണിവേഴ്സിറ്റിയിലെ ആളുകളായതുകൊണ്ട് നിങ്ങൾ ഹൈപ്പോത്തസിസ് പറഞ്ഞാൽ പോരല്ലേ, ഞാൻ എവിഡൻസും കൂടെ പറയണ്ടേ, സപ്പോർട്ടും കൂടെ പറയണ്ടേ. അങ്ങനെയല്ലേ മെത്തഡോളജി. ഞാൻ വെറുതെ ഹൈപ്പോത്തസിസ് പറഞ്ഞു പോയാൽ പോരല്ലോ, ഞങ്ങൾ ഉദ്യോഗസ്ഥന്മാർക്ക് അത് മതി. പക്ഷേ എഡ്യൂക്കേഷൻ മെത്തഡോളജി, ഇഫ് ഐ സേ ഹൈപ്പോത്തസിസ്, ഐ ഷുഡ് സബ്സ്റ്റാൻഷിയേറ്റ് ഇറ്റ്. ഹൗ ഡു ഐ സബ്സ്റ്റാൻഷിയേറ്റ് ദിസ് ഹൈപ്പോത്തസിസ്? ബൈ ദ പോളിസീസ് ദാറ്റ് ഐ സീ അറൗണ്ട്. ഓരോ ഗവൺമെന്റുകളുടെയും നയപരിപാടികളിലും നമ്മൾ കാണുന്ന യാഥാർത്ഥ്യവും നോക്കിയാൽ, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ മേഖലയിലെ മാറ്റങ്ങൾ കണ്ടാൽ, നമ്മൾ ആവിഷ്കരിക്കുന്ന പുതിയ പുതിയ കോഴ്സുകൾ കണ്ടാൽ, നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്ന നയങ്ങൾ കണ്ടാൽ, you do not require any other evidence to substantiate my hypothesis that our education sector desires or longs for the creation of perpetrators of status quo. അതിന് കുഴലൂതുന്ന കുറച്ച് കുട്ടികളെ സൃഷ്ടിക്കലാണ് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യമെന്നും ആ സക്സസ് ആണ് ഹയർ എഡ്യൂക്കേഷന്റെ സക്സസ് എന്നും മനുഷ്യനെ കൊണ്ട് ചിന്തിപ്പിക്കുന്ന ഒരു ബുദ്ധിമാന്യം നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ വന്നുകൊണ്ടിരിക്കുന്നു. അതർ എവിഡൻസ് ഓർ സപ്പോർട്ടിംഗ് ആർഗ്യുമെന്റ്സ് ഫോർ മൈ ഹൈപ്പോത്തസിസ് ഈസ് ദാറ്റ് ഡിക്ലൈനിങ് പബ്ലിക് എക്സ്പെൻഡിച്ചർ ഇൻ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ, സ്കൂൾ എഡ്യൂക്കേഷനിലും അതെ, പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പബ്ലിക് യൂണിവേഴ്സിറ്റീസിന് വന്നുകൊണ്ടിരിക്കുന്ന അപജയം. ഓൺ ദി അതർ ഹാൻഡ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന പ്രോത്സാഹനം, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന അംഗീകാരം, അതിന് ഉള്ള ഡിമാൻഡ്. എന്തുകൊണ്ടാണ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിന് ഈ ഡിമാൻഡ് വരുന്നത്? അൺലൈക്ക് പബ്ലിക് യൂണിവേഴ്സിറ്റീസ്, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിന്റെ കോഴ്സ് കലണ്ടർ, കോഴ്സിന്റെ ലിസ്റ്റ് നോക്കിയാൽ, you look at these courses designed by private universities, അവരെല്ലാം മോശക്കാരാണെന്നൊന്നും ഞാൻ പറയല്ല. They are playing, or rather they are coming out with tailor-made courses to suit the controlled aspirations or conditioned aspirations of the middle class. അതിന്റെ ഇന്റലക്ച്വൽ മൗഢ്യത്തെ മറച്ചു വെച്ചുകൊണ്ട് കണ്ടീഷൻഡ് റെസ്പോൺസസ് ഓർ കണ്ടീഷൻഡ് റിഫ്ലെക്സസ്, കണ്ടീഷൻഡ് ആസ്പിറേഷൻസ് ഓഫ് ദ മിഡിൽ ക്ലാസിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന തരത്തിലുള്ള കോഴ്സുകൾ മാത്രമാണ് നമ്മുടെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ആ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിന് കേരളത്തിൽ മാത്രമാണ് സ്വകാര്യ യൂണിവേഴ്സിറ്റീസിനെ വലുതായിട്ട് പ്രോത്സാഹിപ്പിക്കാത്തത്. ബട്ട് ഐ ഡു നോട്ട് നോ ഹൗ ലോങ് ദേ വിൽ ബി ഏബിൾ ടു വിത്ത്സ്റ്റാൻഡ് ഇറ്റ്. ഇവിടെയും വരും, ഇപ്പൊ തന്നെ ക്യാമ്പസുകളൊക്കെ വന്നു കഴിഞ്ഞു. അവരോട് നമുക്ക് വേറെ വിരോധമൊന്നുമില്ല. അവർ ചെയ്യുന്ന എന്താണ്? ദേ ആർ ഓൺലി പ്ലേയിങ് ടു ദിസ് സെന്റിമെന്റ്. ഈ സെന്റിമെന്റിനെയാണ് അവര് ഹൈലൈറ്റ് ചെയ്യുന്നത്. അത് സക്സസ്ഫുൾ ആയി കഴിയുമ്പോൾ പബ്ലിക് യൂണിവേഴ്സിറ്റീസ് ഓൾസോ വിൽ ബി ഫോഴ്സ്ഡ്. നമ്മുടെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ, ക്ലാസ്സുകൾ നമ്മുടെ ഗവൺമെന്റ് സ്കൂളുകളിലും വേണമെന്ന് പറയുന്നില്ലേ? കാരണം CBSE സ്കൂളിൽ ചെല്ലുമ്പോൾ തന്നെ ഇംഗ്ലീഷിലല്ലേ കടുവറുക്കുന്നത്. അപ്പൊ നമ്മൾ അടുത്തുള്ള വീട്ടിലെ ഒരു പയ്യൻ അവിടെ പോയിട്ട്, പെൺകുട്ടി പോയിട്ട് അവളെ ഇംഗ്ലീഷ് പറയുകയാണ്. അത്രയും തെറ്റാണ്. കാരണം 10ാം ക്ലാസ് തോറ്റ ആളാണ് ഇവിടെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത്. പോട്ടെ, എന്നാലും മണിമണി പോലെ ഇംഗ്ലീഷ് പറയുന്നു. നമ്മുടെ സ്കൂളിലും, നമ്മുടെ ഗവൺമെന്റ് സ്കൂളിലും ഉടനെ ഇംഗ്ലീഷ് മീഡിയം 1ാം ക്ലാസ് തൊട്ട് ഇപ്പൊ ഇംഗ്ലീഷ് മീഡിയം അനുവദിച്ചു. എന്താണ്? യു ആർ എമുലേറ്റിംഗ് എ സക്സസ്ഫുൾ മോഡൽ. ദാറ്റ് ഈസ് അഗൈൻ ഹ്യൂമൻ ഫ്രെയിലിറ്റി. ഹ്യൂമൻ നേച്ചർ ആണ്. Human nature will always emulate successful models. Here, what is a successful model? A private university at a very high rate, at very high fees, they are offering wonderful courses. Wonderful in quotes. Why wonderful? Because immediately you get a job. Job കിട്ടുന്ന മോശമാണോ നിങ്ങൾ ചോദിക്കരുത്. That question is preempted. I say that yes, ആളുകൾക്ക് ജോലി കിട്ടണം. പക്ഷേ parallelly, universities cannot be absolved of their responsibility in pursuing pure science, pure humanities, and pure courses by which your intellectual grasp of the subject goes.
where you become a leader in that knowledge, in the branch of knowledge. അതിനെ സ്റ്റൈമി ചെയ്തുകൊണ്ട്, അതിനെ അടിച്ചമർത്തിക്കൊണ്ട് ദി സക്സസ്ഫുൾ മോഡൽസ് ആർ ഗോയിങ് ടു റൂൾ ദ റൂസ്റ്റ്. നമ്മുടെ യൂണിവേഴ്സിറ്റീസും പബ്ലിക് യൂണിവേഴ്സിറ്റീസും ഒക്കെ തന്നെ ഈ വഴിയെ നടക്കേണ്ടി വരും. കാരണം മുമ്പേ പോയ ഈ മുമ്പേ പറഞ്ഞ പക്ഷി വളരെ സക്സസ്ഫുൾ ആണ്. ദേ ആർ മിന്റിങ് മണി, പീപ്പിൾ ആർ ജോയിനിങ് ദെയർ. ആ കുട്ടികൾക്കൊക്കെ ജോലി കിട്ടുന്നു, പ്ലേസ്മെന്റ് കിട്ടുന്നു. അതൊക്കെ മോശമാണോ എന്ന് ചോദിച്ചാൽ അല്ല. I am only saying that there should be a space for furthering of knowledge. യൂണിവേഴ്സിറ്റിയുടെ പരമമായ ധർമ്മം അതാണ്, അല്ലാതെ ഇതല്ല. പിന്നെ നമ്മുടെ എക്കണോമിക് ഡെവലപ്മെന്റിന്റെ ഒരു ഘട്ടത്തിൽ ആളുകൾക്ക് ജോലി കിട്ടാനും കൂടി യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ നമ്മൾ ഉപയോഗപ്പെടുത്തണം. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നോക്കിയാൽ ഇപ്പോൾ നമ്മൾ നമ്മുടെ റെനൈസാൻസിനെ പറ്റി, കേരളത്തിലെ റെനൈസാൻസിലെ ഇന്ത്യൻ റെനൈസാൻസിനെ പറ്റി പറയുമ്പോൾ 1857 സംഭവത്തിന് ശേഷമാണല്ലോ ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ യൂണിവേഴ്സിറ്റി സ്ഥാപിക്കാൻ തുടങ്ങിയത്. 3 പ്രസിഡൻസികളിൽ, കൽക്കട്ട, ബോംബെ, മദ്രാസ് പ്രസിഡൻസിയിൽ അവർ യൂണിവേഴ്സിറ്റികൾ സ്ഥാപിച്ചു. യൂണിവേഴ്സിറ്റികൾ സ്ഥാപിച്ചപ്പോഴും അതിനുശേഷവും ഈ 2 ഡയമെൻഷൻസ്, ഒന്ന് ഞാൻ ഈ പറഞ്ഞ ഒരു യൂട്ടിലിറ്റേറിയൻ ഡയമെൻഷൻ ആൻഡ് ദ ലിബറേറ്റിംഗ് ഡയമെൻഷൻ, നമ്മുടെ ഹയർ എഡ്യൂക്കേഷന്റെ യൂണിവേഴ്സിറ്റികളുടെ ചരിത്രം നോക്കിയാൽ മനസ്സിലാവും. ഞങ്ങളെപ്പോലുള്ളവർ ICS എടുക്കാനും നല്ല ജോലി കിട്ടാനും സ്റ്റാറ്റസ് കോയുടെ ഭാഗമാകാനും ഉള്ള മത്സരം അന്നേ ഉണ്ടായിരുന്നില്ലേ? ജുഡീഷ്യൽ ഓഫീസേഴ്സായി, പിന്നെ ഗവൺമെന്റിനോട് ബ്രിട്ടീഷ് ഗവൺമെന്റിനോട് ചേർന്ന് നിന്ന് ജോലി ചെയ്യുന്ന എല്ലാവരും ICSകാരല്ല, ബാക്കി പലതരത്തിലുള്ള ജോലിക്കാരുണ്ടായി. അന്നത്തെ BAയും MA ഒക്കെ പഠിച്ചവർ, ദേ ആർ വണ്ടർഫുൾ പീപ്പിൾ. അവർക്ക് ഇഷ്ടം പോലെ ജോലി കിട്ടി. അങ്ങനെയാണല്ലോ നമ്മുടെ പല വീട്ടിലുള്ളവരും ഒക്കെ അപ്പർ മിഡിൽ ക്ലാസ്സിലേക്ക് വന്നത്. വാട്ട് വർ ദേ ഡൂയിങ്? ദേ വർ ഗെറ്റിംഗ് ദ ബെനിഫിറ്റ് ഓഫ് ദ സ്റ്റാറ്റസ് കോയിസ്റ്റ് നേച്ചർ ഓഫ് എഡ്യൂക്കേഷൻ. അതിൽ തെറ്റുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ആഫ്റ്റർ എ വൈൽ പീപ്പിൾ ഹു ഗോട്ട് ദറ്റ് എഡ്യൂക്കേഷൻ യൂട്ടിലൈസ്ഡ് ദ ലിബറേഷണൽ വാല്യൂ ഓഫ് ദറ്റ് എഡ്യൂക്കേഷൻ. അങ്ങനെയാണ് ഇന്ത്യൻ റെനൈസാൻസ് ഉണ്ടാവുന്നത്. നമ്മുടെ മഹാത്മാഗാന്ധിയും നമ്മുടെ ജവഹർലാൽ നെഹ്റുവും എല്ലാം തന്നെ വെസ്റ്റേൺ എഡ്യൂക്കേറ്റഡ് ആണല്ലോ. ആ എഡ്യൂക്കേഷനിൽ നിന്ന് തന്നെ അവരതിന്റെ ലിബറേഷണൽ വാല്യൂ, അതിന്റെ ഒരു ഫ്രീഡം വാല്യൂ ആർജിച്ചെടുത്തു. അവരാണ് റിയൽ ആർക്കിടെക്ട്സ് ഓഫ് റെനൈസാൻസ്. അല്ലാതെ ഞങ്ങളുടെ മുൻഗാമികളാണല്ലോ ICSകാര്. സർക്കാരിന്റെ ബെസ്റ്റ് ജോലി കിട്ടട്ടെ എന്ന് പറഞ്ഞ് ICSന്റെ ഭാഗമായി തീർന്നവരിൽ നിന്നല്ല ഇന്ത്യയുടെ ഒരു വിമോചന സമരം ഉണ്ടായത്, ഇന്ത്യയുടെ ഒരു വിമോചന മോഹമുണ്ടായത്, സ്വാതന്ത്ര്യ മോഹമുണ്ടായത് ഫ്രം പീപ്പിൾ ഹു ബെനിഫിറ്റഡ് ഫ്രം ദ ലിബറേഷണൽ വാല്യൂ ഓഫ് എഡ്യൂക്കേഷൻ. ഇപ്പോഴും അത് ആവർത്തിക്കുന്നു എന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ to the extent that the liberational value of education has no value at all today. It is only the utilitarian value that is being hyped and highlighted, not only by you and me, not only by the ordinary middle class people, but by the national education policy. You should read the policy vis-a-vis what I said, in relation to what I said. That justifies. മാത്രവുമല്ല, അങ്ങനെ സ്റ്റേറ്റസ് കോയുടെ കുഴലൂത്തുകാരായി നമ്മുടെ വിദ്യാഭ്യാസം കിട്ടിയ ആളുകളെ മാറ്റി കഴിയുമ്പോൾ we will have a group of people coming out of the educational institutions who will be delighted to justify social inequities. അവർക്ക് അതിനകത്ത് വെപ്രാളമൊന്നും തോന്നില്ല. സോഷ്യൽ ഇനിക്വിറ്റീസ് നടക്കുക അങ്ങനെയാണ്, സമൂഹം അങ്ങനെയാണല്ലോ എന്ന് പറയുന്ന, അതിനെ നീതീകരിക്കുന്ന കുറെ വിദ്യാസമ്പന്നന്മാര് ഇതിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ബിക്കോസ് പവർ വാണ്ട്സ് ടു പെർപെച്വേറ്റ് ദ പവർ ഇക്വേഷൻസ്. പവർ വാണ്ട്സ് ടു പെർപെച്വേറ്റ് ദ പ്രസന്റ് പവർ ഇക്വേഷൻസ്. അങ്ങനെ വരുമ്പോൾ സോഷ്യൽ ഇനിക്വിറ്റീസിനെതിരെ പ്രതികരിക്കാത്ത ഒരു വിഭാഗം കുട്ടികളെ നമുക്കുണ്ടാവും. സോഷ്യൽ എക്സ്പ്ലോയിറ്റേഷനും എൻവയോൺമെന്റൽ എക്സ്പ്ലോയിറ്റേഷനും എതിരെ പ്രതികരിക്കാൻ ശേഷിയില്ലാത്ത കുറെ കുട്ടികൾ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് വരും. ദാറ്റ് ഈസ് വാട്ട് ദി പ്രസന്റ് പാരഡൈം വാണ്ട്സ്. ദേ ഡിലൈറ്റ്, ദേ റിലിഷ് സച്ച് സ്റ്റുഡൻസ്. അല്ലാതെ ചോദ്യം ചോദിക്കുന്നവരല്ല അവർക്ക് ആവശ്യം. ചോദ്യം ചോദിക്കുന്നവർക്കെതിരെ നമുക്ക് UAPA കരുതി വെച്ചിട്ടുണ്ട്, നിങ്ങൾ പേടിക്കേണ്ട. ചോദ്യം ചോദിക്കാൻ പാടില്ല. വി വോണ്ട് കൺഫോമിസ്റ്റ് എന്നാണ് ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇതിന്റെ കുഴപ്പം. വി ഹാവ് മിസ്ഡ് the liberational value of education. That is the malaise of the higher education sector today. ഈ ട്രൂത്ത് നമ്മൾ പറയുന്നില്ല എങ്കിൽ we will be doing an injustice to ourselves. നമ്മൾ അധാർമികമായി ഈ സത്യങ്ങൾ വിളിച്ചു പറയാതിരിക്കുന്ന ഒരു അപരാധത്തിന് നമ്മളും അതിന് മാപ്പുസാക്ഷികളാണ് എന്ന ഒരൊറ്റ പോയിന്റ് ഹൈലൈറ്റ് ചെയ്തുകൊണ്ട്, നോട്ട് ദാറ്റ് യു ആൻഡ് ഐ മേ ബി ഏബിൾ ടു ചേഞ്ച് ദിസ്, ബട്ട് അവർ അപ്രീസിയേഷൻ ഓഫ് ദിസ് റിയാലിറ്റി is good enough so that somewhere, somehow, when we talk, this dimension also could be highlighted. കാരണം ഇതിനകത്ത് ഈ ആന്ധ്യം ബാധിച്ചു കിടക്കുന്ന ആളുകളെ
ആ വെളിച്ചത്തിന്റെ ഒരു കിരണം കാണിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കുമെങ്കിൽ ഐ തിങ്ക് യു വുഡ് ബി ജസ്റ്റിഫൈഡ് ഇൻ ക്ലെയിമിംഗ് ദാറ്റ് വി ആർ എഡ്യൂക്കേറ്റഡ് പീപ്പിൾ. ഐ വിൽ സ്റ്റോപ്പ് അറ്റ് ദിസ് പോയിന്റ് ആൻഡ് ഇഫ് യു ഹാവ് എനിത്തിങ് ടു ആസ്ക്, ദീസ് ആർ ദ ചേഞ്ചിങ് ഡയമെൻഷൻസ് ഓഫ് ദി, ഐ ഹാവ് ജസ്റ്റിഫൈഡ് മൈ ടൈറ്റിൽ, ചേഞ്ചിങ് ഡയമെൻഷൻസ് ഓഫ് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ. ഇത് കൂടുതൽ പറഞ്ഞാൽ കൂടുതൽ പഞ്ചന്റ് ആയി പോകും ഞാൻ വിചാരിക്കുന്നു. ഐ സ്റ്റോപ്പ് അറ്റ് ദിസ് പോയിന്റ്. എൻ്റെ ഉള്ളിൽ ഒരുപാടുണ്ട്, അത് ഞാൻ ലേഖനമൊക്കെ എഴുതിക്കോളാം. പക്ഷേ ഇപ്പോൾ ഐ ഡു നോട്ട് നോ വാട്ട് ഈസ് എ കൈൻഡ് ഓഫ് audience in front of me. So I'll stop at this. I am a worried person about, I think all vice chancellors and ex-vice chancellors are worried lot. You can never find a contented vice chancellor. വൈസ് ചാൻസലർ ആയാലും ദുഃഖം നിന്റെ കൂടെ പിറപ്പാണ് എന്ന് പറയുന്നതിൽ തെറ്റില്ല. ദുഃഖവും ആശങ്കയും. അങ്ങനെ കുറെ കാലം നിങ്ങളുടെ വൈസ് ചാൻസലർ ആയിരുന്നു കേട്ടോ ഞാൻ 9 മാസം. ഐ വാസ് ദ ഫസ്റ്റ് രജിസ്ട്രാർ. ദെൻ പിന്നെ ഞാൻ കുറെ കാലം വൈസ് ചാൻസലറായി. I think പിന്നെ 5 വർഷം of course Mr. Jayarajan knows how we created a university. ഇന്ന് ഞാൻ ആരോടൊക്കെ നമ്മുടെ ലൈബ്രറിയെ പറ്റി പറഞ്ഞു. I am extremely proud to have been a party to, of course it is all your making, but still ആ യൂണിവേഴ്സിറ്റി ഉണ്ടാക്കിയതിനേക്കാളും ഒരുപക്ഷെ അത്രേ തന്നെ എനിക്ക് ആത്മാഭിമാനം തോന്നുന്ന കാര്യം, between us we created a wonderful library, Malayalam University. Thank you very much. I will be open for questions for the next 15 minutes. Thank you. നന്ദി സാർ. സാർ ഒരു സംവാദം കുറച്ച് സാർ വളരെയധികം തിരക്കുള്ള ആളാണ് എങ്കിലും കുറച്ച് സമയം സംവാദത്തിനായി സാർ അനുവദിച്ചിട്ടുണ്ട്. ഓരോരുത്തരായി സാറിനോട് സംസാരിക്കാം. ഹലോ. യെസ് പ്ലീസ്. ഗുഡ് ഈവനിങ് സാർ. ഗുഡ് ഈവനിങ്. ഉന്നത വിദ്യാഭ്യാസത്തെ കുറിച്ച് യാഥാർത്ഥ്യ ബോധത്തോടുകൂടി സാർ നടത്തിയ ഈ പ്രഭാഷണം വളരെ കണ്ണ് തുറപ്പിക്കുന്നതായിരുന്നു. ഇപ്പൊ നമ്മൾ കൺഫേമിങ് പാറ്റേണിലാണ് മിക്ക തരത്തിൽ എഡ്യൂക്കേഷൻ പോയിക്കൊണ്ടിരിക്കുന്നത്. സാറ് പറഞ്ഞ പോലെ ആ ലിബറേറ്റിംഗ് ആ മോഡിലോട്ട് നമ്മുടെ ഗിയർ ഷിഫ്റ്റ് ചെയ്യേണ്ടതാണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇപ്പോഴും നമ്മൾ കൺഫേമിങ് ആ ഗിയറിലാണ് ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസം എന്നുള്ള വെഹിക്കിൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സാറ് മറ്റൊരു കാര്യം പറഞ്ഞിരുന്നു, അതായത് our education it doesn't exist in vacuum, it is placed in the contemporary society. അപ്പോൾ സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ എക്സ്റ്റൻഷനായിട്ട് തന്നെയാണ് കോളേജ് വിദ്യാഭ്യാസം വരുന്നത്. അങ്ങനെയെങ്കിൽ സാറേ ഇപ്പോൾ സ്കൂൾ വിദ്യാഭ്യാസം ഒരു വിഭാഗം, ഉന്നത വിദ്യാഭ്യാസം മറ്റൊരു വിഭാഗം. അപ്പോൾ സ്കൂൾ വിദ്യാഭ്യാസത്തിലെ ആളുകളാണല്ലോ ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് കയറി വരുന്നത്. അങ്ങനെയെങ്കിൽ സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ കരിക്കുലം ഡിസൈനിലും മറ്റു കാര്യങ്ങളും സർവകലാശാലകളും ഇൻവോൾവ് ചെയ്യുന്നതും സർവകലാശാല അവിടെ നിർദ്ദേശം വയ്ക്കുന്നതും ഉചിതമായിരിക്കില്ലേ? ഇതിനെക്കുറിച്ച് സാറിന്റെ ഒരു അഭിപ്രായം കേൾക്കാൻ താല്പര്യമുണ്ട്. നമ്മൾ കേരളത്തിന്റെ ഒരു സ്ഥിതിയാണ് പറയുന്നതെങ്കിൽ ഇപ്പോൾ അടുത്ത കാലത്താണ് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസവും സ്കൂൾ വിദ്യാഭ്യാസത്തിന് 2 മന്ത്രിമാരായതും 2 വകുപ്പ്, പണ്ട് വകുപ്പുകൾ വേറെയാണ്, 2 മന്ത്രിമാരായത് ഇപ്പോഴാണ്. ഈ ഒന്നിച്ചിരുന്ന കാലത്തും വേണ്ടത്ര ഒരു കൺവേർജൻസ് ഉണ്ടായില്ല. കൺവെർജൻസ് ഉണ്ടായില്ല എന്ന് പറഞ്ഞുകൂടാ. കാരണം നമ്മൾ SCERT-യിലൊക്കെ തന്നെ സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ കരിക്കുലം തയ്യാറാക്കുമ്പോൾ യൂണിവേഴ്സിറ്റി ടീച്ചേഴ്സ് ആർ ഫെയർലി ഇൻവോൾവ് ടു എ ഗ്രേറ്റ് എക്സ്റ്റെന്റ്. പക്ഷേ അവിടെ വന്നിട്ട് അത് മാത്രമേ ചെയ്യുള്ളൂ. അതിന്റെ ഒരു എക്സ്റ്റൻഷൻ ടു യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷനെ പറ്റി ഒന്നും നിയന്ത്രിക്കാൻ അവർക്ക് കഴിവില്ല. ഈ വരുന്നവർക്ക് അവർ ദേ ആർ സബ്ജക്ട് എക്സ്പേർട്സ്. അവർ വന്നു അവരുടെ കോൺട്രിബ്യൂഷൻ നടത്തും. അത് ആസ് യു റൈറ്റ്ലി സെഡ്, ദർ ഈസ് നോ institutional mechanism by which the implications of the school reforms, how do they get magnified or അത് എങ്ങനെ ഹയർ എഡ്യൂക്കേഷനെ എങ്ങനെ ഇമ്പാക്ട് ചെയ്യുന്ന പഠിക്കാനുള്ള ഒരു സംവിധാനം ഇന്ന് നമുക്കില്ല. which is a lacuna. സ്കൂൾ വിദ്യാഭ്യാസത്തിലുള്ളവർ സ്കൂൾ വിദ്യാഭ്യാസത്തെ പറ്റി ചിന്തിക്കുന്നു, കോളേജ് വിദ്യാഭ്യാസത്തെ പറ്റിയുള്ളവർ കോളേജ് വിദ്യാഭ്യാസത്തെ പറ്റി ചിന്തിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഇടത് കൈയെ പറ്റിയും വലത് കൈയെ പറ്റിയും ചിന്തിക്കുന്നു. രണ്ടിനെയും കൂടെ ഒരു ശരീരത്തിൽ കൂടെ ബന്ധപ്പെടുത്തി നയപരമായ ഒരു കൺസിസ്റ്റൻസി ആൻഡ് കൺവെർജൻസിന് വാസ്തവത്തിൽ ഇപ്പോഴേ ഇല്ലെന്ന് തന്നെയാണ് എനിക്ക്. ബിക്കോസ് ഐ എം ഫെയർലി knowledgeable about what is happening in Kerala government. അങ്ങനെ ഒരു സിസ്റ്റം ഇല്ല. മേ ബി at some point in time I will also try to convey this idea that this kind of ഒരു എക്സ്റ്റൻഷൻ ഇത് രണ്ടും കൂടെ ഒരു എവിടെയെങ്കിലും വെച്ചൊന്ന് സമരസപ്പെടുത്തുന്ന ഒരു ഫോറം നമുക്ക് ആവശ്യമാണ്. ഒരു അക്കാഡമിക് ഫോറം, വേറെ ഒരു ഫോറം അല്ല, ഒരു അക്കാഡമിക് ഫോറം വേണ്ടതാണെന്ന് എനിക്ക് തോന്നുന്നു. യു ഹാവ് റൈറ്റ്ലി ടച്ച്ഡ് എ വെരി സെൻസിറ്റീവ് ഒരു സെൻസിബിൾ ഏരിയ. ഞാനിപ്പം അങ്ങനെ ഒരു പോളിസി മേക്കർ ഒന്നും അല്ലെങ്കിലും ഐ വിൽ ട്രൈ ടു കൺവേ ദിസ് പോയിന്റ് ഒരു സമയത്ത്.
ഓക്കെ, താങ്ക് യു സാർ. അതിനെപ്പറ്റി എഴുതുകയും ചെയ്യും. എഴുതാമല്ലോ, അത് എഴുതുന്നതിന് ഇപ്പൊ ആരോട് ചോദിക്കണ്ടല്ലോ. എഴുതാം. ഓക്കെ, താങ്ക് യു സാർ. ഒരു ചോദ്യം, നമ്മുടെ ഈ കാലാവസ്ഥാ മാറ്റം ഒക്കെ കൊണ്ട് പ്രാദേശികമായിട്ട് കൊറോണ പോലുള്ള പ്രശ്നങ്ങളൊക്കെ കൊണ്ട് പ്രാദേശികമായിട്ട് ജനങ്ങളുടെ ജീവിതം വളരെ ദോഷകരമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ യൂണിവേഴ്സിറ്റികൾക്കും കോളേജുകൾക്കും നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രോജക്റ്റുകൾ തയ്യാറാക്കുന്നതിനും അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നതിനും ആവശ്യമായ പദ്ധതികൾ കൊടുക്കാൻ കഴിയും. ഇന്ന് അങ്ങനെ നടക്കുന്നില്ല എങ്കിൽ അത് യൂണിവേഴ്സിറ്റികളുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള വീഴ്ചയാണോ അതോ സർക്കാർ മെഷീനറിയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള വീഴ്ചയാണോ? അതൊരു ചോദ്യം. വേറൊരു ചോദ്യം കൂടെ ഉണ്ട് സാർ. ഇത് തീർത്തിട്ട് അടുത്തോട്ട് പോവാം. ഈ ചോദ്യം ചോദിച്ചോട്ടെ, പറഞ്ഞോണ്ടായിരുന്നു. അതായത് എന്റെ വേറൊരു ഒബ്സർവേഷൻ എന്താണെന്ന് വെച്ചാൽ, യൂണിവേഴ്സിറ്റികള് ഈ അതത് മേഖലകളിൽ അവര് വർക്ക് അവർ നിലനിൽക്കുന്ന ഒരു ഏരിയ, ജിയോഗ്രാഫിക്കൽ ഏരിയ. ഇപ്പോൾ ഉദാഹരണത്തിന് എം ജി യൂണിവേഴ്സിറ്റി കോട്ടയത്താണെങ്കിൽ കോട്ടയം ജില്ലയുടെ സുഖദുഃഖങ്ങളിൽ ആ യൂണിവേഴ്സിറ്റി ചില പ്രോജക്റ്റുകളൊക്കെ ഉണ്ടാവും. പക്ഷേ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന വലിയൊരു റിസോഴ്സ് ബേസ്, അവിടെ അധ്യാപകരുണ്ട്, മിടുക്കരായിട്ടുള്ള കുട്ടികളുണ്ട്, അറിവുള്ളവരുണ്ട്. ആ അറിവും ഈ വിഭവശേഷിയും കുറഞ്ഞപക്ഷം കോട്ടയം ജില്ലയിൽ മാത്രമല്ല, യൂണിവേഴ്സിറ്റിയുടെ ജൂറിസ്ഡിക്ഷൻ വേറെ ജില്ലകളുണ്ടെങ്കിൽ പോലും അതിന്റെ ഹെഡ് ഓഫീസ് ഇരിക്കുന്ന കോട്ടയം ജില്ലയുടെ സുഖദുഃഖങ്ങളിലെങ്കിലും നമ്മുടെ യൂണിവേഴ്സിറ്റി പൂർണ്ണമായും ഇൻവോൾവ് ചെയ്യുന്നുണ്ടോ? ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു പോസ്റ്റ് കൊറോണ ഫേസില് അത് ഒരു റിസർജൻസിന് വേണ്ടിയിട്ട്, റീജനറേഷന് വേണ്ടി പഞ്ചായത്തുകൾ സ്വാഭാവികമായിട്ടും യൂണിവേഴ്സിറ്റിയെ പറ്റി ചിന്തിച്ചേനെ. നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന്റെ ത്രസ്റ്റ് എന്ന് പറഞ്ഞാൽ, അങ്ങനെ ബന്ധിപ്പിക്കുന്നതിന് ഗവൺമെന്റ് നയപരിപാടികളൊന്നും ചെയ്തില്ലല്ലോ എന്നുള്ളതാണ്. എല്ലാം ഗവൺമെന്റ് ചെയ്യേണ്ട. ലോക്കൽ ബോഡീസിന് അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. യൂണിവേഴ്സിറ്റീസിന്റെ വിഭവശേഷിയും അറിവും പോസ്റ്റ് കൊറോണ റിക്കവറി ഫേസിൽ ഉപയോഗപ്പെടുത്താൻ യൂണിവേഴ്സിറ്റി ആശ്രയിച്ചാൽ എനിക്ക് പ്രയോജനം ഉണ്ടാകും എന്നൊരു ബോധ്യം അവർക്ക് കൊടുക്കാൻ യൂണിവേഴ്സിറ്റിക്ക് സാധിച്ചിരുന്നുവെങ്കിൽ the local bodies would have rushed to you. Unfortunately, we also work in a silo. നമ്മൾ PhD ചെയ്യുന്നു, MPhil ചെയ്യുന്നു, പ്രോഗ്രാം ചെയ്യുന്നു, സെമിനാർ നടത്തുന്നു, UGCക്ക് ഫോട്ടോ എടുത്ത് അയക്കുന്നു അല്ലാതെ എഡ്യൂക്കേഷൻ ഫോർ ദ സൊസൈറ്റി എന്നുള്ള ലിങ്കേജ് വേണ്ടത്ര എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടില്ല. ചെയ്യുമായിരുന്നെങ്കിൽ local bodies would have come to you. You can still go to the local bodies now with your offers, with your projects, and make one successful model. They will come to you again and again. അത് ആവശ്യമാണ് നമ്മുടെ കുട്ടികൾക്ക്. ബിക്കോസ് ഏട്ടിലെ പശു പുല്ലുതിരില്ല എന്ന് പറഞ്ഞ പോലെ ഈ പാഠപുസ്തകത്തിൽ പഠിക്കുന്നതല്ല സൊസൈറ്റിയിലെ യാഥാർത്ഥ്യം. They should know this. ആക്ച്വലി അവർ ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് പോകാനുള്ള പ്രോജക്റ്റുകളുമായിട്ട് ലോക്കൽ ബോഡീസിന്റെ അടുത്ത് പോകണമെന്നാണ് എൻ്റെ അഭിപ്രായം. അതിന് സർക്കാരിന്റെ അനുമതിയൊന്നും ആവശ്യമില്ല, ഒരാവശ്യവുമില്ല. നമ്മൾ സർക്കാരിനെ പഴിക്കലാണ് ഏറ്റവും എളുപ്പപ്പെട്ട പണി. അത് ഇതിനകത്ത് പഴിക്കേണ്ട കാര്യമില്ല. You are free to approach your local body. രണ്ടാമത്തെ ചോദ്യം ഇതോടെ തീർന്നു. രണ്ടാമത്തെ ചോദ്യം നമ്മുടെ ഈ വിദ്യാഭ്യാസ രംഗത്ത് ഒരു മാറ്റം വരുത്താനായിട്ട്, ഇപ്പൊ സാറ് പറഞ്ഞു എല്ലാവരും കരിയർ ഓറിയന്റഡ് ആയിട്ട് പോകുന്ന തരത്തിലുള്ള ഒരു വിദ്യാഭ്യാസമാണ്. അപ്പൊ അതിനൊരു മാറ്റം വരുത്താൻ എന്തെങ്കിലും സജഷൻസ് സാറിന് വെക്കാനുണ്ടോ? പബ്ലിക് യൂണിവേഴ്സിറ്റീസ്, നമ്മൾ എം ജി യൂണിവേഴ്സിറ്റി പോലെ കേരള യൂണിവേഴ്സിറ്റി പോലെയൊക്കെയുള്ള പബ്ലിക് യൂണിവേഴ്സിറ്റീസ് ഈ പോപ്പുലർ പ്രഷറിന് വഴങ്ങി എല്ലാ കോഴ്സുകളും ഒരുതരം കരിയർ ഓറിയന്റഡ് ആയിട്ടുള്ള കോഴ്സ് മാത്രം തുടങ്ങാതെ, അത് തുടങ്ങണമെന്ന് ഞാൻ പറയില്ല, കാരണം യൂണിവേഴ്സിറ്റി സർവൈവ് ചെയ്യണ്ടേ. 10ന് 1 എന്നുള്ള കണക്കിലെങ്കിലും ഒരു 10 പുതിയ കോഴ്സ് തുടങ്ങുമ്പോൾ 10 കോഴ്സുകൾക്ക് ഒരു പ്യുവർ സ്കോളർഷിപ്പിലുള്ള ഒരു കോഴ്സ് തുടങ്ങണം. അതിന് 3 പേരെ ഉണ്ടെങ്കിൽ 3 പേര് മതി. ആ 3 പേരെ നിങ്ങൾ ലോകത്തിന് മുമ്പാകെ ഇറക്കി നിർത്തി കൊടുക്കുക. ദേ ആർ ദ ബെസ്റ്റ് പ്രോഡക്ട്സ് ഓഫ് ദിസ് യൂണിവേഴ്സിറ്റി. അവൻ നോബൽ പ്രൈസ് കിട്ടത്തക്ക രീതിയിലുള്ള ക്വാളിറ്റിയിൽ അവനെ പഠിപ്പിച്ചിറക്കുവാൻ, അവളെയോ പഠിപ്പിച്ചിറക്കൂ. 3 പേരെങ്കിൽ 3 പേര്. ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിക്ക് ഈ ചലഞ്ച് ഏറ്റെടുക്കാൻ സാധ്യമല്ല. ബിക്കോസ് ഹി ഈസ് അക്കൗണ്ടബിൾ ഫോർ ദ മണി. പബ്ലിക് യൂണിവേഴ്സിറ്റീസിനാവും. നിങ്ങൾ എത്ര ജോബ് ഓറിയന്റഡ് കോഴ്സ് തുടങ്ങുന്നതിന് എനിക്ക് വിരോധമില്ല. പക്ഷെ 10ന് 1 എന്നുള്ള കണക്കിലെങ്കിലും ഒരു വണ്ടർഫുൾ കോഴ്സ്, ഒരാളെ ഉള്ളെങ്കിൽ ഒരാൾ, 2 സ്റ്റുഡന്റ് ഉള്ളെങ്കിൽ 2 സ്റ്റുഡന്റ്. ബട്ട് ഗിവ് ഹിം ദ ബെസ്റ്റ് എഡ്യൂക്കേഷൻ പോസിബിൾ. You will see what kind of a person he transforms into. ആ അത്ഭുതമായിരിക്കണം, ആ നേട്ടമായിരിക്കണം യൂണിവേഴ്സിറ്റിയുടെ നേട്ടം. അല്ലാതെ ഞങ്ങളുടെ പിള്ളേരിൽ 100 പേര് അമേരിക്കയിൽ പോയി എന്ന് പറയുന്നതല്ല, ഞങ്ങളുടെ 100 പേർക്ക് IT പാർക്കിൽ ജോലി കിട്ടി എന്ന് പറയുന്നത് മാത്രമായിരിക്കും. അത് നേട്ടമല്ലെന്നല്ല, ആ കുടുംബങ്ങളൊക്കെ രക്ഷപ്പെടുകയാണ്. പക്ഷേ ഞങ്ങളുടെ ഒരു കുട്ടി ബൈ ഹിസ് ബ്രില്യൻസ് അവൻ ഇങ്ങനെയായി തീർന്നു എന്ന് പറയുന്നതിൽ യൂണിവേഴ്സിറ്റിക്ക് അഭിമാനം തോന്നണമെങ്കിൽ പബ്ലിക് യൂണിവേഴ്സിറ്റീസ് ഹാവ് ടു ടേക്ക് ദിസ് പ്ലഞ്ച്.
അവര് എന്തെല്ലാം വിമർശനം വന്നാലും ഇതാണ് എൻ്റെ ദൗത്യം എന്ന് പറഞ്ഞ് ഏറ്റെടുക്കാനുള്ള ധാർമ്മികവും അക്കാദമികവുമായിട്ടുള്ള തൻ്റെ ഇടം നമ്മുടെ പബ്ലിക് യൂണിവേഴ്സിറ്റീസിന് ഉണ്ടാവണം. ദാറ്റ് ഈസ് വാട്ട് വി ക്യാൻ ഡു ആൻഡ് ഡെമോൺസ്ട്രേറ്റഡ് ബൈ സക്സസ്, ബൈ സ്പാർക്ലിംഗ് സക്സസ്. അതിനുള്ള കുട്ടികളൊക്കെ നമുക്ക് കിട്ടും, നമുക്ക് അധ്യാപകരെയും കിട്ടും. ഇവരെ ഒരുമിച്ച് കൊണ്ടുവരണമെന്നേ ഉള്ളൂ. ഞങ്ങള് മലയാള യൂണിവേഴ്സിറ്റിയില് നമ്മൾ ഈ കവിത ഉള്ളത് കൊണ്ട് കുറച്ച് ഭാവന കൊണ്ട് ഒരു കോഴ്സ് വളരെ ആഗ്രഹിച്ചൊരു കോഴ്സ് തുടങ്ങി. ആഗ്രഹിച്ചൊരു കോഴ്സ് തുടങ്ങി. ആക്ച്വലി ദ ഇൻസ്പിറേഷൻ ഇസ് ഫ്രം അനന്തമൂർത്തി. എം ജി യൂണിവേഴ്സിറ്റി അനന്തമൂർത്തി വൈസ് ചാൻസലർ ആയിരുന്ന കാലത്ത് ഇത്തരത്തിലുള്ള ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തി. ചില പരീക്ഷണങ്ങളൊക്കെ ഇപ്പോഴും നിൽക്കുന്നു. സ്കൂൾ ഓഫ് ലെറ്റേഴ്സ്, അതുപോലെ പല പല കാര്യങ്ങൾ അനന്തമൂർത്തി ചെയ്തു. അനന്തമൂർത്തി പോയി കഴിഞ്ഞ ഒരു വാക്യൂമിലാണ് ഞാൻ അവിടെ വരുന്നത്. ഒരു സ്റ്റോപ്പ് ഗ്യാപ്പ് എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ മലയാള യൂണിവേഴ്സിറ്റി ചെയ്തത് ആദ്യ ബാച്ചുകളിൽ തന്നെ ഒരു ക്രിയേറ്റീവ് റൈറ്റിംഗ്, MA ഇൻ ക്രിയേറ്റീവ് റൈറ്റിംഗ് എന്നൊരു കോഴ്സ് തുടങ്ങി. ഞാൻ കുറച്ചും കൂടി അഡ്വഞ്ചറസ് ആയിട്ടൊരു കോഴ്സാണ് പറഞ്ഞത്, പക്ഷേ അത് ആളുകൾ പുച്ഛിച്ച് തള്ളി. ഐ വോണ്ടഡ് എൻ MA ഇൻ പോയട്രി, ഐ വോണ്ടഡ് എൻ MA ഇൻ ഫിക്ഷൻ. അത് വേണ്ട, അത്രത്തോളം പോകണ്ട സാറേ, നമുക്കൊരു MA ഇൻ ക്രിയേറ്റീവ് റൈറ്റിംഗ് വെക്കാം. ഓക്കെ, നമുക്ക് അപ്പോൾ ഞങ്ങൾ പോയറ്റ് ഇൻ റെസിഡൻസ് അങ്ങനെയൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ 2 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് അതല്ല വേണ്ടത്, നമുക്ക് MA ഈക്വലന്റ് MA മലയാളമാക്കണം. ശരി, അപ്പോൾ ഇപ്പൊ എന്താണ്, ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് 2 MA ഉണ്ട് അവിടെ. ഒന്നില് ക്രിയേറ്റീവ് റൈറ്റിംഗ് എന്നൊരു ഓപ്ഷനിലുണ്ട്, മറ്റതിനകത്ത് വേറെ ഉണ്ട്. ഇറ്റ് ഹസ് ബിക്കം എ സാധാ മലയാളം MA ആയി മാറി. ഒരു ക്രിയേറ്റീവ് റൈറ്റിംഗ് കോഴ്സ് നമ്മൾ ആദ്യമേ പറഞ്ഞു, ഇതിന് യാതൊരു ജോബ് ഓപ്പർച്യൂണിറ്റീസും ഇല്ല, മനസ്സുണ്ടെങ്കിൽ വന്നാൽ മതി. ചില അഡ്വഞ്ചറസ് ആയിട്ടുള്ള കുട്ടികൾ വന്നു ആദ്യ ബാച്ചിൽ, പക്ഷെ അവരെ പോലും ബ്രെയിൻ വാഷ് ചെയ്തിട്ട് നിങ്ങൾ തന്നെ ബഹളം കൂട്ടണം, നമുക്ക് വേണ്ടത് വെറും MA മലയാളം. ഏത് ഹയർ സെക്കൻഡറി സ്കൂളിൽ നമുക്ക് ജോലിക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കണം. യൂണിവേഴ്സിറ്റി ഒബ്ലൈജ്ഡ്. അങ്ങനെ ഒബ്ലൈ ചെയ്യാതെ ധൈര്യമായിട്ട് റെവല്യൂഷണറി കോഴ്സുകൾ, ഇന്റലക്ച്വൽ റെവല്യൂഷണറി കോഴ്സുകൾ നമ്മൾ നടത്തണം. അതാണ് എനിക്ക് തോന്നുന്നത്. വിദ്യാഭ്യാസ മേഖല ഇന്റഗ്രേറ്റ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ അതിലെ പല തലങ്ങളിലുള്ള പ്രവർത്തനങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്നതിനും അങ്ങേപോലുള്ള ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിച്ച ഭരണാധികാരികൾക്കാണോ കഴിയുക, അതോ എക്കണോമിക് അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിലുള്ള അധ്യാപകർക്കാണോ കഴിയുക എന്നുള്ളതാണ് ചോദ്യം. അത് ഒത്തുപിടിച്ചാൽ മലയും പോരും എന്ന് പണ്ടൊരു ചൊല്ലില്ലേ. ഇതിനകത്ത് അക്കാദമിക്സ് മാത്രം വിചാരിച്ചാൽ അത് സാധിക്കില്ല, ബ്യൂറോക്രാറ്റ്സ് മാത്രം വിചാരിച്ചാലും സാധിക്കില്ല. യു വാണ്ടഡ് അക്കാഡമിക് ഇൻസൈറ്റ് കപ്പിൾഡ് വിത്ത് ബ്യൂറോക്രാറ്റിക് റാഷണലിസം അല്ലെങ്കിൽ പ്രാഗ്മാറ്റിസം. പലപ്പോഴും വളരെ അക്കാദമിക് പണ്ഡിതന്മാരായിരിക്കും, അവർക്കൊരു പ്രോജക്റ്റ് നടപ്പിലാക്കുന്നതിനുള്ള ബ്യൂറോക്രാറ്റിക് അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് എക്സ്പീരിയൻസ് ഉണ്ടാവില്ല. വണ്ടർഫുൾ ഐഡിയ ആയിരിക്കും, ഇത് നടന്നു വരുമ്പോൾ എങ്ങനെയാവുന്നുള്ളത് നമുക്ക് കാണാതെ പ്രോജക്റ്റ് കണ്ടാൽ ഞാൻ പറഞ്ഞുതരാം ഇതെങ്ങനെ കലാശിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്, അത് ഉപയോഗപ്പെടുത്തണം. ഐ മേ നോട്ട് ബി എ സ്കോളർ, യു മേ ബി എ സ്കോളർ, യുവർ സ്കോളർഷിപ്പ് ആൻഡ് അവർ എക്സ്പെർട്ടീസ് ഷുഡ് മാരി. ഞാൻ മലയാള യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ എന്നെ ആക്കിയപ്പോൾ പലരും പറഞ്ഞു, ഇയാൾ പണ്ഡിതനല്ലല്ലോ, ഇയാൾക്ക് PhD ഇല്ലല്ലോ, ഇയാൾ പ്രൊഫസർ അല്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. എനിക്കൊന്നുമില്ല സാറേ, ഞാൻ അങ്ങനെയൊന്നും ക്ലെയിം ചെയ്യുന്നില്ലല്ലോ, ഞാൻ മഹാപണ്ഡിതനാണെന്ന് എവിടെയെങ്കിലും പറഞ്ഞു? ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ഐ റിട്ടയർഡ് ആസ് ചീഫ് സെക്രട്ടറി. എനിക്ക് ഔദ്യോഗിക ജോലിയൊക്കെ അറിയാം. പക്ഷെ ഒരു പ്രസ്താവന ഞാൻ നടത്തി, ഞാൻ പണ്ഡിതനല്ല, പക്ഷേ എൻ്റെ യൂണിവേഴ്സിറ്റി നടത്തിക്കൊണ്ട് പോകാൻ വേണ്ട പണ്ഡിതനെ കണ്ടാൽ എനിക്ക് തിരിച്ചറിയാം, അവരെ കൊണ്ട് ഞാൻ യൂണിവേഴ്സിറ്റി നടത്തും. അതാണല്ലോ വൈസ് ചാൻസലറുടെ ജോലി. വൈസ് ചാൻസലർ ക്ലാസ് എടുക്കാൻ പോകുന്നുണ്ടോ? വൈസ് ചാൻസലർ ക്ലാസ്, ഇനി ഒരു വൈസ് ചാൻസലർ ക്ലാസ് എടുക്കാൻ പോയാൽ അയാളുടെ വിഷയം മാത്രമല്ലേ എടുക്കാൻ പറ്റുള്ളൂ, അല്ലേ? എനിക്ക് വിഷയമില്ലാത്ത വൈസ് ചാൻസലർ ആണെന്നേ ഉള്ളൂ. അതിനെന്താ കുഴപ്പം? ഐ നോ ഹൗ ടു റൺ എ യൂണിവേഴ്സിറ്റി. ഏത് വിഷയം കേട്ടാൽ നമുക്ക് മനസ്സിലാവും. എന്ന് പറഞ്ഞതുപോലെ മാരി അക്കാഡമിക് ബ്രില്യൻസ് വിത്ത് അഡ്മിനിസ്ട്രേറ്റീവ് വിസ്ഡം ഓർ എക്സ്പീരിയൻസ്. ഇത് രണ്ട് വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെന്റ്സ് ആയിട്ട് നിൽക്കേണ്ടതല്ല. അത് രണ്ടും കൂടെ ചേർത്തെങ്കിൽ മാത്രമേ നമുക്ക് വണ്ടർഫുൾ ബ്രേക്ക് ത്രൂ ഉണ്ടാക്കാൻ സാധിക്കൂ. ഗുഡ് ഈവനിങ് സാർ. ഗുഡ് ഈവനിങ് സാർ. ഞാൻ സ്കൂൾ ഓഫ് ബിഹേവിയർ സയൻസിലെ ഫസ്റ്റ് ബാച്ച് സോഷ്യൽ സർവീസിലെ സ്റ്റുഡൻ്റ് ആണ്, ബ്ലിസിൻ TK. ഇപ്പോൾ സാർ ഇപ്പോൾ ഇന്നത്തെ ന്യൂസ് പേപ്പറിൽ തന്നെ വളരെ കൃത്യമായ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. കാരണം നമ്മുടെ ചാൻസലർ ഓഫ് ദ യൂണിവേഴ്സിറ്റി, ദാറ്റ് ഈസ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് യൂണിവേഴ്സിറ്റിയുടെ ആ റിസ്കുകൾ ഇനി മുതൽ നമ്മുടെ ചീഫ് മിനിസ്റ്റർ തന്നെ ഏറ്റെടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കലാലയ രാഷ്ട്രീയങ്ങൾ നമുക്ക് രാഷ്ട്രീയം ആവശ്യമാണ്, പക്ഷെ കലാലയ രാഷ്ട്രീയങ്ങൾ വളരെ അധികമായിട്ട് ഉപയോഗിക്കുമ്പോഴും കുട്ടികൾ ശരിക്കും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ചിലർ അവരുടെ
ആ പഠിത്തത്തിൽ നിന്നുള്ള ഫ്ലോ കളഞ്ഞിട്ട് അവർ വീണ്ടും എന്തോ ഒരു ഇതിഹാസമാകും ഞാൻ എന്നൊരു വിചാരത്തിൽ തന്നെയാണ് മുമ്പോട്ടിറങ്ങുന്നത്. അങ്ങനെ ഒരു സിറ്റുവേഷൻസിൽ നമുക്ക് സാറ് തന്നെ പറഞ്ഞു ഒരു വണ്ടർഫുൾ ലൈബ്രറിയാണ് നമുക്കുള്ളത്, നമ്മുടെ MG യൂണിവേഴ്സിറ്റിക്കുള്ളത്. ആ ലൈബ്രറിയെ യൂസ് ചെയ്യാതിരിക്കുക, പ്രോപ്പറായിട്ട് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാതിരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസിൽ വിദ്യാർത്ഥി സമൂഹം തന്നെയല്ലേ സാർ ചിന്തിക്കേണ്ടത്? എൻ്റെ ടീച്ചേഴ്സാണ്, എൻ്റെ ടാലന്റ് ആണ്, എനിക്ക് കഴിവ് വേണം ചിന്തിക്കേണ്ടത്. സാറിന്റെ ഒപ്പീനിയൻ ഒന്ന് പറയാമോ? ഈ ചോദ്യത്തിന്റെ ഫസ്റ്റ് പാർട്ട് എന്റെ ഉത്തരം ഞാൻ പേപ്പർ വായിച്ചില്ല എന്നുള്ളതാണ് എന്റെ ഉത്തരം. വായിച്ചു, 6 പേപ്പർ വായിച്ചു. ഞാൻ രാവിലെ പേപ്പർ വായിച്ചില്ല, അതുകൊണ്ട് എനിക്കൊന്നും അറിഞ്ഞുകൂടാ ആദ്യത്തെ ചോദ്യത്തിനെ പറ്റി. രണ്ടാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാല് നമുക്ക് ഓരോരുത്തരും നമ്മൾ ജീവിതത്തിൽ ആരായി തീരുന്നു എന്നുള്ളതുണ്ടല്ലോ. പ്രത്യേകിച്ച് യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുമ്പോൾ, നിങ്ങൾ BA MA ക്കൊക്കെ പഠിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ആരായി തീരുന്നു എന്നുള്ളത് ആരാണ് തീരുമാനിക്കുന്നത്? നമ്മൾ തന്നെയാണ് തീരുമാനിക്കുന്നത്. നിങ്ങൾ ഒരു ഉഴപ്പനാണ് എന്ന് സ്വയം തീരുമാനിച്ച് പരീക്ഷയുടെ 4 ദിവസം പഠിച്ചാൽ എനിക്ക് മാർക്ക് കിട്ടും എന്ന് വിചാരിക്കുന്ന ഒരു ഉഴപ്പനാണ് നിങ്ങൾ എന്ന് സ്വയം തീരുമാനിക്കുകയും അതിൽ അഭിമാനം കൊള്ളുകയും അങ്ങനെ തന്നെ പിയർ ഗ്രൂപ്പിന്റെ മുമ്പാകെ അഭിനയിക്കുകയും അതിനകത്തൊരു ഈഗോ സാറ്റിസ്ഫാക്ഷൻ തോന്നുകയും ഒക്കെ ചെയ്താൽ ദാറ്റ് വിൽ ഗെറ്റ് റീഇറ്ററേറ്റഡ്. നിങ്ങൾ അങ്ങനെ തന്നെ ആയിത്തീരും. അത് തന്നെയാണ് ബിഹേവിയറൽ സയൻസ് പഠിക്കുന്ന ആളാണല്ലോ. അത് ഈ വിഷ്വൽ തിങ്ക് എന്താണ്, മറ്റേ സെൽഫ് ഫുൾഫില്ലിംഗ് പ്രോഫസിയാണ്. എന്നാലും നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ ഞാൻ ഈ തല്ലിപ്പൊളി പരിപാടിക്കൊന്നുമില്ല, പഠിക്കേണ്ട സമയമാണ്, പഠിക്കണം. ഐ ഷുഡ് റീഡ് മോർ, ഐ ഷുഡ് ലേൺ മോർ, ദിസ് ഇസ് ദ ടൈം ടു ലേൺ. പ്രിറ്റൻഡ് ചെയ്യൊന്നും വേണ്ട. അങ്ങനെ നമ്മൾ ആരാണ് എന്ന് ഒരു സിനിമയിൽ ഡയലോഗ് ഉണ്ട്, താൻ ആരാണെന്ന് തനിക്കറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞ ഡയലോഗിൽ എന്ന് പറഞ്ഞ പോലെ താൻ ആരാണ് എന്ന് സ്വയം നമ്മൾ തീരുമാനിച്ച് അത്തരത്തിലുള്ള പ്രവർത്തനശീലങ്ങൾ സ്വന്തമാക്കിയാൽ യുവർ ഡെസ്റ്റിനി ഈസ് വിത്തിൻ യുവർ ഗ്രാസ്പ്. അതല്ല ആർക്കെങ്കിലും വേണ്ടി പോപ്പുലർ, അങ്ങനെയല്ലോ കോളേജിൽ പഠിക്കുമ്പോൾ നമ്മൾ ഇത്തിരി ആളാവാനും പോപ്പുലർ ആവാനും ഒക്കെ പല വേഷങ്ങൾ കിട്ടും. ആ കെട്ടിയ വേഷങ്ങളാണ് നമ്മൾ സത്യം എന്ന് വിചാരിച്ച് പോകുന്ന കുട്ടികളാണ് പരാജിതരാകുന്നത്. നമ്മൾ വേഷം കെട്ടും, പക്ഷെ നമുക്കറിയാം ഇത് ഒരു വേഷമാണ്, ഇന്ന് വൈകിട്ടാകുമ്പോൾ ഞാൻ ഈ വേഷം ഊരും കേട്ടും, പഠിക്കേണ്ട സമയത്ത് പഠിക്കും എന്ന് വിചാരിക്കുന്ന കുട്ടികളുണ്ട്. ഞാനൊക്കെ ആ കൂട്ടത്തിലായിരുന്നു കേട്ടോ. ഉഴപ്പനാണെന്ന് നടിക്കും, പക്ഷെ അങ്ങനെ ഉഴപ്പനല്ല. അത് തൽക്കാലം ഒരു പോപ്പുലാരിറ്റിക്ക് വേണ്ടി നമ്മൾ ഇത്തിരി കൂടിയതേ ഉള്ളൂ, വൈകിട്ടാകുമ്പോൾ പഠിക്കും എന്നും അങ്ങനെയുണ്ട്. ചില കുട്ടികളെ ഒന്നുമല്ല, ദേ വിൽ നോ വാട്ട് ദേ ആർ. അതുകൊണ്ട് കുട്ടികൾ ലൈബ്രറി പോകാത്ത എന്തുകൊണ്ടാണ്? their self image doesn't permit them to sit long hours in the library. ഉഴപ്പനാണെന്ന് മറ്റു കുട്ടികളെ കൊണ്ട് പറയുന്നതിലുള്ള, കയ്യടി കിട്ടുന്നതിലുള്ള എക്സൈറ്റ്മെന്റ് ആണ് അവൻ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ളത്. അവനൊരു ബുക്ക്വാമാണെന്ന് പറയിക്കുന്നതിൽ, അവനൊരു സ്റ്റുഡിയസ് ഫെലോ ആണെന്ന് പറയിക്കുന്നതിൽ അവന് വലിയ ആഹ്ലാദമില്ല. സോ ഈ ആഹ്ലാദമില്ലായ്മയും ഉണ്ടാക്കുന്നത് നമുക്ക് നമ്മളെപ്പറ്റി തന്നെയുള്ള ബോധമാണ്. ആ ബോധം ഒന്ന് റിപ്പയർ ചെയ്ത് നോക്കുക, യു വിൽ ബിക്കം എ ഡിഫറെന്റ് പേഴ്സൺ ആൻഡ് യു വിൽ ബിക്കം എ സക്സസ്ഫുൾ പേഴ്സൺ. ഞാനൊരു ബിഹേവിയർ സയന്റിസ്റ്റ് അല്ല കേട്ടോ, അൺലൈക്ക് യു. ഇതൊക്കെ ഞാൻ എന്റെ കോമൺ സെൻസ് കൊണ്ടും അനുഭവ പരിചയത്തിൽ നിന്നും പറയുന്ന കാര്യങ്ങളാണ്. നേരത്തെ പണ്ഡിതനെ കണ്ടാൽ അറിയാന്ന് പറഞ്ഞു. ശരി, നമസ്കാരം സാർ. എന്റെ കൊച്ചുമോളൊക്കെ വന്നിരിക്കാൻ സംസാരിക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ 8 മണിക്ക് നിർത്താം. ചോദിച്ചു. നമസ്കാരം സാർ. ഹലോ. സാറേ, ഈ ദേശീയ വിദ്യാഭ്യാസം യൂണിവേഴ്സിറ്റിയുടെ ഭാവിയെ ബാധിക്കും എന്നൊരു ആശങ്കയുണ്ട്. അതിനെപ്പറ്റി സാറിന് എന്താണ് അഭിപ്രായം? അത് വേറൊരു ഫുൾ സെമിനാറിന്റെ സബ്ജക്റ്റാണ്. ഞാനൊരു 8-10 ടോക്കിലും സെമിനാറിലും ഒക്കെ പങ്കെടുത്തു ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020യെ പറ്റി. ഒറ്റ പോയിന്റ് ഞാൻ പറയാം. അതെന്താന്ന് വെച്ചാല് ദാറ്റ് പോളിസി ഈസ് എ ഫാർ റീച്ചിങ് പോളിസി. ഒന്ന്, സമഗ്രമായ മാറ്റങ്ങൾ യൂണിവേഴ്സിറ്റി മേഖലയിലും സ്കൂൾ മേഖലയിലും വരുന്ന ഒരുപക്ഷെ ഇത്രയും അംബിഷ്യസ് ആയിട്ടൊരു പോളിസി നേരത്തെ നമ്മൾ കണ്ടിട്ടില്ല. അംബിഷ്യസ് മാത്രമല്ല, ഗവൺമെന്റ് ഈസ് ബെന്റ് അപ്പോൺ ഇംപ്ലിമെന്റിങ് ഇറ്റ്. അതാണ്, എല്ലാ പോളിസിയും പൂർണ്ണമായി നടപ്പിലായിക്കൊള്ളുന്നില്ല. എന്നാൽ ഇപ്പോൾ പല സംസ്ഥാനങ്ങളും ഈ പോളിസി ഏറെക്കുറെ പൂർണ്ണമായി നടപ്പിലാക്കാൻ തുടങ്ങി കഴിഞ്ഞു. ആ പോളിസി നിങ്ങൾ വായിച്ചാൽ ഒറ്റ പോയിന്റ് ഞാൻ ഹൈലൈറ്റ് ചെയ്യുന്നുള്ളൂ, ദാറ്റ് പെർട്ടൈൻസ് ടു ഹയർ എഡ്യൂക്കേഷൻ. പോളിസി സേസ് ഇനി യൂണിവേഴ്സിറ്റികൾ അഫിലിയേറ്റിംഗ് യൂണിവേഴ്സിറ്റികൾ ആയിരിക്കില്ല ബൈ 2030 30 or 40. അഫിലിയേറ്റിംഗ് യൂണിവേഴ്സിറ്റീസ് നല്ലൊരു സംഭവമല്ല. പിന്നെ എന്താണ്, കോളേജുകൾക്ക് തന്നെ ഓട്ടോണമസ് സ്റ്റേറ്റസ് കൊടുത്തുകൊണ്ട് 2030 ആണെന്ന് ആലോചിച്ചിട്ടും 2022 ആയി. അടുത്ത 8 വർഷം കൊണ്ട് കോളേജുകൾക്കെല്ലാം ഓട്ടോണമസ് സ്റ്റേറ്റസ് കൊടുത്തുകൊണ്ട് അവർക്ക് തന്നെ ഡിഗ്രി കൊടുത്താൽ മതി. മനസ്സിലായില്ലേ? യൂണിവേഴ്സിറ്റി ഡിഗ്രി കൊടുത്തിട്ട് പോലും ഇന്ത്യൻ ഡിഗ്രി കൊണ്ട് വെളിയിൽ പോയാൽ രണ്ടാമത് പരീക്ഷ എഴുതാൻ പറയലാണ് ഇപ്പോഴത്തെ സ്ഥിതി. അപ്പൊ അതിൽ നിന്ന് മാറ്റി ഓട്ടോണമസ് കോളേജ് എന്ന് പറയുമ്പോൾ
നമ്മൾ ബസേലിയസ് കോളേജോ അല്ലെങ്കിൽ പിന്നെ സെന്റ് തെരേസസ് കോളേജും അല്ല നമ്മൾ മനസ്സിൽ വിചാരിക്കേണ്ടത്. മഹാരാഷ്ട്രയിലും യു പിയിലും ഒക്കെ ഉള്ള അവിടുത്തെ ഡോൺസ് നടത്തുന്ന കോളേജുകളൊക്കെ ഉണ്ട്. അവിടെ കോളേജ് എന്നുള്ള പേരിൽ തട്ടിക്കൂട്ട് സംഘങ്ങളൊക്കെ ഉണ്ട്. അവരെല്ലാം ഓട്ടോണമസ് ആവാൻ പോവാണ്. അവർ ഡിഗ്രി കൊടുക്കാൻ പോവാണ്. എങ്ങനെ ഇരിക്കും ആ ഡിഗ്രി എന്നുള്ളത് നമുക്കറിയാമല്ലോ. എന്നിട്ട് യൂണിവേഴ്സിറ്റികൾ എന്ത് ചെയ്യും? യൂണിവേഴ്സിറ്റികൾ റിസർച്ച് ചെയ്യും. ആ റിസർച്ച് ആര് നിയന്ത്രിക്കും? നാഷണൽ റിസർച്ച് കൗൺസിൽ വിൽ ഡിസൈഡ് വാട്ട് ദ ഹെൽ യു ആർ ഗോയിങ് ടു റിസർച്ച് അപ്പോൺ. കാരണം യൂണിവേഴ്സിറ്റിയിലല്ലോ. നമ്മളിപ്പോൾ എന്താണ് റിസർച്ച് ചെയ്യാൻ പോകുന്നതെന്ന് തീരുമാനിക്കാനായിട്ട് നമ്മുടെ അക്കാഡമിക് കൗൺസിൽ ഇല്ലല്ലോ. റിസർച്ച് കൗൺസിൽ, നാഷണൽ റിസർച്ച് കൗൺസിൽ വിൽ ഡിസൈഡ് വാട്ട് യു ആർ ഗോയിങ് ടു റിസർച്ച് അബൌട്ട്. നമ്മുടെ യൂണിവേഴ്സിറ്റികളുടെ റിസർച്ചും അവരെ നിയന്ത്രിക്കും. കോളേജുകൾ മുഴുവൻ ഓട്ടോണമസ് ബോഡീസ് ആവും. ഇറ്റ് വിൽ ബി റിപ്ലൈയിങ് ഓർ റെസ്പോണ്ടിങ് ടു, അല്ലെങ്കിൽ ദേ വിൽ ബി അക്കൗണ്ടബിൾ ടു ദി നാഷണൽ ലെവലില് കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ എഡ്യൂക്കേഷണൽ കൗൺസിൽ ഓർ വാട്ട് എവർ, ഐ ഫോർഗെറ്റ് ദ നെയിം, അതിനോട് മാത്രമാണ്. UGC പോലെ സൈഡ് ലൈൻഡ് ആണ്. അതിനേക്കാളും വലിയൊരു ബോഡിയോട് എല്ലാ ഓട്ടോണമസ് ഇൻസ്റ്റിറ്റ്യൂഷൻസും നേരിട്ട് പ്രോജക്റ്റിന് വേണ്ടിയിട്ടും ഡിഗ്രിക്ക് വേണ്ടിയിട്ടും ഒക്കെ അവരുമായിട്ട് ബന്ധപ്പെടുമ്പോൾ സ്റ്റേറ്റ് ഗവൺമെന്റുകളും ആ സ്റ്റേറ്റ് ഗവൺമെന്റ് ലെജിസ്ലേഷൻ കൊണ്ട് ഉണ്ടാക്കപ്പെട്ട യൂണിവേഴ്സിറ്റികളും നോക്കുകുത്തികളായിട്ട് അവിടെ നിൽക്കുകയും അവർക്ക് അഫിലിയേഷന് പവർ ഇല്ല, അവർക്ക് റിസർച്ച് അജണ്ട തീരുമാനിക്കാനുള്ള പവർ ഇല്ല. ഇതെല്ലാം കേന്ദ്ര ഗവൺമെന്റിൻ്റെതായി മാറുകയും ചെയ്യുന്ന ഒരു പുതിയ GST മനോഭാവത്തിലേക്കാണ് ഇത്രയും ഓട്ടോണമസ് ആയിട്ടുള്ള ഹയർ എഡ്യൂക്കേഷൻ സെക്ടർ ഇൻ എ വാസ്റ്റ് ആൻഡ് ഡൈവേഴ്സ് കൺട്രി ലൈക്ക് ഇന്ത്യ ഈസ് ഗോയിങ് ടു ബി കൺവേർട്ടഡ് ഇൻ ടു എ heterogeneous country like India is going to be made into a homogeneous spoken എന്നാണ് ഒരു സെന്റർ, ഹബ് ആൻഡ് സ്പോക്ക് എന്ന് പറയുന്ന സെന്റർ എന്ന് പറയുന്ന ഹബിൽ നിന്ന് ഈ 10-28 സംസ്ഥാനങ്ങളിലേക്കുള്ള അനേകം കോളേജുകളെ കേന്ദ്രത്തിന്റെ ഒരൊറ്റ സംഘടനയുടെ കീഴിൽ നിയന്ത്രിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി സിസ്റ്റത്തിലേക്ക് ഇന്ത്യ മാറാൻ പോകുന്നു എന്നുള്ളത് ഒരു ഞെട്ടലോടുകൂടി മാത്രമേ ഞാൻ ഓർക്കുന്നുള്ളൂ. If I am wrong, somebody may correct me. I am willing to correct. This is a very alarming situation. Our universities are going to be, നോക്കൂത്തിയുടെ ഇംഗ്ലീഷ് ഒന്നും എനിക്ക് മനസ്സിലായില്ല പെട്ടെന്ന്, സ്കെയർ ക്രോ എന്ന് പറയും. അവിടെ ഇരിക്കും. അവർക്ക് റിസർച്ച് ചെയ്യാനുണ്ടോ? പൈസയുണ്ടോ? ഫീസാണല്ലോ യൂണിവേഴ്സിറ്റികളുടെ പൈസ. അഫിലിയേഷൻ പോയി കഴിഞ്ഞാൽ പിന്നെ എന്താവും? അഫിലിയേഷൻ പോയി കഴിഞ്ഞാൽ അഫിലിയേറ്റിംഗ് യൂണിവേഴ്സിറ്റി വിൽ ഗോ ടു വിത്ത് ബെഗിംഗ് ബൗൾസ് ടു ദി സ്റ്റേറ്റ് ഗവൺമെന്റ്. സ്റ്റേറ്റ് ഗവൺമെന്റ് വല്ലതും കൊടുത്താലായി, കൊടുത്തില്ലെങ്കിലായി. ബട്ട് യു ക്യാൻ ഗോ ടു ദ സെന്റർ. റിസർച്ചിന് ഇഷ്ടം പോലെ പൈസ കിട്ടും. പക്ഷെ എന്ത് റിസർച്ച് ചെയ്യണമെന്ന് ഞങ്ങൾ പറയും. അത് ചെയ്താൽ കാശ് തരാം. അല്ല, തലതിരിഞ്ഞ റിസർച്ച് ആണെങ്കിൽ നിങ്ങൾ സ്വയം ചെയ്തോ. മനസ്സിലായില്ലേ? In 15 years, your higher education sector is going to be distorted and defiled and I don't know the words. ഇത് ഇന്ത്യ പോലെ രാജ്യമാണെന്ന് ആലോചിക്കണം. ഇതൊരു കൊച്ചു രാജ്യമല്ല. This is a heterogeneous country with 25 അംഗീകൃതമായ ഭാഷകളും അനേകം കൾച്ചറൽ ഡൈവേഴ്സിറ്റിയുമുള്ള ഈ രാജ്യത്തിന്റെ ഉന്നത വിദ്യാഭ്യാസമാണ് ഇംഗ്ലീഷുകാർ പോലും ചെയ്യാൻ തയ്യാറാവാത്ത ഒരു കാര്യമാണ്. They also give autonomy to the universities. In fact, it had much better autonomy than today. Universities were masters unto themselves. അതൊക്കെ ഇപ്പൊ തന്നെ പോയെന്ന് വെച്ചോളൂ. കുറെയൊക്കെ അതിനേക്കാൾ പോകാൻ പോവാണ്. Please make very serious study about the national education policy and the inherent threats of it. ഞാനിത് പലയിടത്തും പറഞ്ഞിട്ടും എഴുതിയിട്ടൊക്കെ ഉണ്ട്. അതൊരു പുതിയ കാര്യമല്ല. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഒരു പോളിസി കൊണ്ടുവന്നാൽ അതൊക്കെ ഗംഭീരമാണെന്ന് പറയാമെന്ന് നമ്മൾ ആരോടെങ്കിലും സമ്മതിച്ചിട്ടുണ്ട്. If that policy is bad, one has to say it is bad. It has certain fundamental flaws. ഇതാണ് എന്റെ കുഴപ്പം. ഇപ്പൊ അല്ല, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾക്ക് വളരെ ലിറ്ററേറ്റീവാണ്. കാരണം അവർ പറയുന്ന യൂണിവേഴ്സിറ്റി റിസർച്ച് ഒക്കെ ചെയ്ത് ഇഷ്ടംപോലെ കാശ് കൊടുക്കും. അംബാനിയുടെ ഒരു യൂണിവേഴ്സിറ്റി വരുന്നതിന് മുമ്പ് തന്നെ യൂണിവേഴ്സിറ്റി ഓഫ് എക്സലൻസ് ആവില്ലേ? അംബാനിയുടെ അംബാനിയുടെ യൂണിവേഴ്സിറ്റി സ്ഥാപനം ഈവൻ സെന്റർ ഓഫ് എക്സലൻസ് ആയല്ലോ. പ്രോജക്റ്റ് ഇപ്പോൾ സ്റ്റേജിലിരിക്കുന്നേ ഉള്ളൂ. അത് എക്സലൻസ് ആയിക്കോളും. താങ്ക് യു സർ. സാർ, ഒരു ചോദ്യത്തിന് കൂടി സമയമുണ്ടോ? ലാസ്റ്റ് ചോദ്യം. സാർ, ഞാൻ ജോ ജേക്കബാണ്. ഒരു റിട്ടയർഡ് അധ്യാപകനാണ് കോളേജിൽ നിന്ന്. എനിക്ക് സാറിൻ്റെ ക്ലാസ്സിൽ സാറ് ഒരു സത്യം ശക്തമായിട്ട് തുറന്നു പറഞ്ഞതിലുള്ള ഒരു സന്തോഷം, അതുകൊണ്ടാണ് ഞാൻ ഈ അഭിപ്രായം പറയണമെന്ന് വിചാരിച്ച ഒരു ചോദ്യം ചോദിക്കണമെന്ന് വിചാരിച്ചത്.
അപ്പോൾ ചോദ്യം സാറ് പറഞ്ഞത് ആ ഒരു ലിബറേഷണൽ ആസ്പെക്റ്റും അതുപോലെ തന്നെ ഒരു ഇപ്പോഴുള്ള ഒരു വലിയൊരു ട്രെൻഡ് സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയുള്ള എഡ്യൂക്കേഷൻ, അത് തീർച്ചയായിട്ടും യാഥാർത്ഥ്യമായിട്ടുള്ളൊരു സംഗതിയാണ്. എനിക്ക് തോന്നിയ ഒരു കാര്യം, ഈ സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഈ ഒരു തത്രപ്പാടിലേക്കുള്ള ഒരു പ്രയാണം എന്ന് പറയുന്നത് ഏതാണ്ട് പൂർണ്ണമാക്കി അതെല്ലായിടും അടച്ചു വെച്ചിരിക്കുന്ന ഒരു സ്ഥിതിയാണെന്ന് എനിക്ക് സംശയമുണ്ട്. പലപ്പോഴും നമ്മൾ ലിബറേഷണലിസ്റ്റ് രീതിയിൽ എന്തെങ്കിലും ഒരു ചോദ്യം ചോദിച്ചാൽ അവൻ്റെ കാര്യം അധോഗതിയാകും എന്നുള്ള ഒരു സ്ഥിതിയാണ് പൊതുവേ ഉള്ളത്. എൻ്റെ പേഴ്സണൽ ലൈഫിലും ഞാനത് കുറച്ചുകൂടെ അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ചോദ്യത്തിൻ്റെ കാരണം. അപ്പോൾ നമുക്ക് എവിടെയാണ് ഇതിനകത്തുനിന്നൊരു രക്ഷ? അപ്പോൾ സാറും പറഞ്ഞു, സാറിന് ആശയങ്ങളുണ്ട്, സാർ തീർച്ചയായിട്ടും എഴുതും, കാരണം പറഞ്ഞാൽ ചിലപ്പോൾ പ്രശ്നങ്ങളാവും. അത് മനസ്സിലാവുന്നുണ്ട്. എങ്കിലും നമ്മൾ ഇത്തരം ഒരു ചർച്ച തുടങ്ങി വെച്ച സ്ഥിതിക്ക് എന്തെങ്കിലും അങ്ങേക്ക് എന്ന് പറയാനുണ്ടോ? നമുക്ക് എങ്ങനെ തുടങ്ങാൻ പറ്റും? ഒരു ഡിഫിക്കൽട്ടാണ് നമുക്ക് എവിടെ തുടങ്ങണമെന്ന് അറിയാമെന്ന് എനിക്കറിയാം, എങ്കിൽ പോലും ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് ചോദിക്കുകയാണ്. താങ്ക് യു. യൂണിവേഴ്സിറ്റികൾക്ക് ഇപ്പോഴും ഓൾ സെറ്റ് ആൻഡ് ഡൺ, നമ്മുടെ യൂണിവേഴ്സിറ്റികൾക്കെങ്കിലും ഇപ്പോഴും അവരുടെ കോഴ്സുകൾ ഡിസൈൻ ചെയ്യാനും ഡിസൈഡ് ചെയ്യാനും അവകാശവും അർഹതയൊക്കെ ഉണ്ടല്ലോ ഇപ്പോഴും. ഇവർ ആരും കവർന്നെടുത്തിട്ടില്ല ഇതുവരെ. അത് പോകും കുറച്ച് കഴിയുമ്പോൾ. പക്ഷെ അതുള്ള സമയത്തെങ്കിലും നമ്മൾ ഈ കറക്ഷണൽ കോഴ്സസ്, കറക്ഷണൽ തീരുമാനങ്ങൾ എടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 10 പ്രായോഗിക ബുദ്ധിയുള്ള കോഴ്സ് നടത്തുമ്പോൾ ഒരു കോഴ്സ് നിങ്ങൾ നമ്മുടെ ഒരു ഇന്റലക്ച്വൽ കമ്മിറ്റ്മെന്റ് വേണ്ടി നടത്തും. പിന്നെ നമ്മുടെ കുട്ടികൾക്കും ഈ കുട്ടികൾക്ക് ജീവിക്കാനുള്ള ഒരു ബന്ധപ്പാടിൽ അവരും ഈ സ്റ്റാറ്റസ് കോയിസ്റ്റായി മാറുകയാണ്. അവർക്ക് ഈ ലിബറേഷണൽ ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടാക്കി കൊടുക്കണം. അതൊക്കെ എനിക്ക് തോന്നുന്നത് ഓണസ് ഈസ് ഓൺ യു, ഓൺ ദി യൂണിവേഴ്സിറ്റി, ഗവൺമെന്റിനല്ല. ഗവൺമെന്റിന്റെ പാരഡൈം എന്ന് പറയുന്നുണ്ടല്ലോ, സൊസൈറ്റിയുടെ ഒരു ലാർജർ പാരഡൈം തന്നെ അവരെ നയിക്കുള്ളൂ. അത് യൂണിവേഴ്സിറ്റി ഓട്ടോണമി ഇപ്പോഴും ഉണ്ട്. ആ ഓട്ടോണമി നമ്മൾ ഉപയോഗിക്കണം. അൺപോപ്പുലർ ആണ്, കാരണം നോബഡി ഈസ് വിത്ത് അസ്. കാരണം നാളെ ജോലി കിട്ടുന്ന കോഴ്സ് കളഞ്ഞിട്ട് ഇതാ ഒരു മണ്ടൻ കോഴ്സ് തുടങ്ങിയിരിക്കുന്നുള്ളതേ പറയുള്ളൂ. അനന്തമൂർത്തി ഈസ് എ ഗുഡ് എക്സാമ്പിൾ. ഹി വാസ് എ വിഷണറി. അദ്ദേഹം കോഴ്സുകൾ പലതും തുടങ്ങിയപ്പോൾ പലരും പറഞ്ഞില്ല ഇതൊക്കെ മണ്ടൻ കോഴ്സാണെന്ന് പറഞ്ഞില്ലേ. പക്ഷെ അത് യൂണിവേഴ്സിറ്റിക്ക്, MG യൂണിവേഴ്സിറ്റിക്ക് എന്തുമാത്രം കീർത്തി കൊണ്ടുവന്നു. അങ്ങനെ വരണം. ലെറ്റ് us design such wonderful courses where sky is the limit. അങ്ങനെയുള്ള കോഴ്സുകൾ വരുമ്പോൾ അതിന് ഇന്ത്യയിൽ നിന്നുള്ള കുട്ടികൾ അല്ലെങ്കിൽ വിദേശത്തുള്ള കുട്ടികൾ വരും. അവരെ പോലും അട്രാക്ട് ചെയ്യുന്നത് ഇപ്പോൾ ഒന്നാമത് വിത്ത് ദ പവർ ഓഫ് ടെക്നോളജി യു ക്യാൻ ബ്രിങ് ടീച്ചേഴ്സ് ഫ്രം ഓൾ ഓവർ ദ വേൾഡ്. നമുക്ക് നോബൽ ലോറിയേറ്റ്സിനെ പോലും കൊണ്ടുവന്ന് ക്ലാസ് എടുപ്പിക്കാമല്ലോ. അങ്ങനെയുള്ളൊരു കോഴ്സ് വരട്ടെ, കുട്ടികൾ വരട്ടെ, നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയുടെ ഖ്യാതി ലോകം മുഴുവൻ അറിയട്ടെ. സോ അതൊരു കോഴ്സ്, ഒരു കറക്റ്റീവ് പെർഫോമൻസ് ആയിട്ട് അത് വരും. ഒരു യൂണിവേഴ്സിറ്റി അങ്ങനെ ചെയ്താലും മറ്റു യൂണിവേഴ്സിറ്റികളും ചെയ്യും. ഈ ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ പതിയിരിക്കുന്ന അപകടങ്ങളെയൊക്കെ പ്രതിരോധിക്കാൻ ഇത്തരത്തിലുള്ള ഉയർത്തെഴുന്നേൽപ്പുകൾ നമുക്ക് ആവശ്യമായി വന്നിരിക്കുകയാണ്. We have to assert our freedom, our creative freedom. അതാണ് എനിക്ക് തോന്നുന്നത്. Ready-made answer. Thank you, sir. We should continue this discussion. That is why what I think.